Hello everyone, a warm good evening to all of you. Welcome to the week 16 of our അവൻ സെൽഫ് സീൽ. നമ്മൾ അങ്ങനെ വീക്ക് 16ലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും സെൽഫിനെ ഇംപ്രൂവ് ആക്കാൻ വേണ്ടിയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. എന്നിട്ട് ആരെയും സെൽഫിനെ ഞാൻ കാണുന്നില്ല. സെൽഫിനെ കാണാൻ വേണ്ടിയിട്ട് ആ വീഡിയോ ഒന്ന് ഓണാക്കിയാൽ മതി, വേറൊന്നും ചെയ്യണ്ട. ആരൊക്കെ ഓണാക്കും നോക്കാലോ. എല്ലാവരും സെൽഫിനെ കാണാൻ വേണ്ടിയിട്ടല്ലേ വന്നിരിക്കുന്നേ. സെൽഫിലേക്ക് ജോയിൻ ചെയ്തിട്ട് സെൽഫിനെ ആരും കാണുന്നില്ലേ? ആർക്കും സെൽഫിനെ വേണ്ടേ? സെൽഫിനെ ഇമ്പ്രൂവ് ആക്കാനല്ലേ വന്നേ. ഓക്കെ, അപ്പോ ഒന്നുകൂടി വെൽക്കം ചെയ്യാണ് സെൽഫ് സിങ്കിന്റെ വീക്ക് 16ലേക്ക്. അപ്പോ നമുക്ക് മെഡിറ്റേഷൻ ബിഗിൻ ചെയ്താലോ? ആ ചാറ്റ് ബോക്സ് എങ്കിലും ഒന്ന് ഓൺ ആക്കൂ. ഇവിടെ ഇത്രയും പാർട്ടിസിപ്പൻസ് ഉണ്ടായിട്ട് ആരെയും കാണുന്നില്ല. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ I am welcoming our beloved mind and meditation expert Fatima Mahmood to lead the session. Over to you, Fatima. Hi everyone. Just a moment, okay? Hi everyone. Good evening. I hope you all are doing great. So let's begin, right? തുടങ്ങിയാലോ? ഓക്കെ, അപ്പം ഇൻട്രൊഡക്ഷനിൽ ക്ഷത പറഞ്ഞ പോലെ സെൽഫ് സിംഗിൽ വന്നിട്ട് സെൽഫിനെ ആരെയും കാണുന്നില്ല. ഞാനിവിടെ എനിക്ക് തന്നെ സംസാരിക്കുന്ന പോലെ എനിക്കിതൊന്നും അറിയാത്തോണ്ട് ഞാൻ ഇവിടെ നിങ്ങളെല്ലാം വിളിച്ചിരുത്തിട്ട് എനിക്കിതൊക്കെ അറിയാം എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്ന പോലെ ഞാൻ എന്നെ തന്നെ കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, ഇസ് ദർ എനിത്തിങ് എന്താ പറയുക, നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ലൈക്ക് നിങ്ങൾ ഒന്ന് വീഡിയോ മോഡിൽ വന്നിരിക്കുക, എന്നിട്ട് അല്ലെങ്കിൽ ഞാനൊന്ന് ക്യാമറ ഓഫ് ചെയ്യാം, ഞാൻ എങ്ങനെ സംസാരിക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? എങ്ങനെ ഓഫ് ആക്കിയിട്ട് ഓക്കെ നമുക്ക് മെഡിറ്റേഷൻ ബിഗിൻ ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന അന്താരാഷ്ട്ര ചർച്ചകൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങുകയാണെങ്കിൽ നല്ല ബോറുണ്ടല്ലേ? അപ്പം നിങ്ങൾക്ക് ഞാൻ അങ്ങനെ പറയുമ്പോൾ നല്ല ബോറാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എനിക്ക് ഫീൽ ചെയ്യാമെന്നൊന്ന് ചിന്തിച്ചോക്കെ. അപ്പം എന്റെ ഫീലിങ്സിനെ മാനിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ഇത് ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ആ ഒരു കണ്ടുകൊണ്ട് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഫീല് പോലെ തന്നെയാണ് നിങ്ങൾ തന്നെ ഒന്ന് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, വീഡിയോ മോഡിൽ വന്ന് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അവിടെ ഒരു ചേഞ്ച് വരുന്നത് എന്നുള്ളത്. സോ പെട്ടെന്ന് തന്നെ എല്ലാവരും പെട്ടെന്ന് വീഡിയോ മോഡിൽ അപ്പിയർ ചെയ്യാം. അപ്പം പല ആൾക്കാർക്ക് വീഡിയോ മോഡിൽ അപ്പിയർ ചെയ്യാന്ന് പറയുന്ന സമയത്ത് കുറെ ചിന്തകളെന്ന് പറയുമ്പം ലൈക്ക് ഞാൻ വീഡിയോ മോഡിൽ വരാൻ പറ്റിയ കോലത്തിലല്ല. ഞാനിപ്പോ വീഡിയോയിൽ വരുമ്പോൾ ഇവിടെ ഉള്ള ഷാലു എന്താ വിചാരിക്കുക, സഹല എന്താ വിചാരിക്കുക, എന്നെ കാണാൻ രസമില്ലല്ലോ, അങ്ങനെ ഇങ്ങനെ കുറെ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ സെൽഫെങ്കിൽ ഇരിക്കണ്ടോ, പൊയ്ക്കോ. പിന്നെ ഡയറക്റ്റ് വേറെ പ്രോഗ്രാം ഉണ്ട്, ഞാൻ അതിന്റെ പേര് പറഞ്ഞത്, അതിൽ ജോയിൻ ചെയ്തോളൂ. ഞങ്ങൾക്ക് അതിന്റെ ഒക്കെ കുറവുണ്ട്. അപ്പം ദാറ്റ്സ് ഓൾ. ഞാൻ കുറച്ചൊന്നും പറഞ്ഞേ ഉള്ളൂ. എനിക്ക് അറിയാൻ പല ആൾക്കാർ കിച്ചണിൽ ഇരുന്നിട്ട് ട്രാവലിംഗിലൊക്കെ സെഷൻസ് കേൾക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളത്. ഫൈൻ. എനിവേസ് ഫ്രീ ആയിട്ടുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് വീഡിയോ മോഡിൽ അപ്പിയർ ചെയ്യാം. ആൻഡ് ബിഫോർ മെഡിറ്റേഷൻ ആണ് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തതേ ഉള്ളൂ. ആഫ്റ്റർ ദി മെഡിറ്റേഷൻ എങ്കിലും പെട്ടെന്ന് തന്നെ എല്ലാവരും ഓരോ ആൾക്കാരായിട്ട് വീഡിയോ മോഡിൽ അപ്പിയർ ചെയ്യും എന്ന് വിചാരിച്ചിരിക്കാം, ചെയ്യുമെന്ന് കരുതുന്നു. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ 15 ആഴ്ചകൾ കഴിഞ്ഞു. 15 ആഴ്ചകൾ എന്ന് പറയുമ്പോൾ സിമ്പിളി പറയുമ്പോൾ കുറച്ച് ദിവസങ്ങളൊന്നല്ല, ഇപ്പൊ കുറച്ച് മാസങ്ങളാണ്. 15 ആഴ്ചകൾക്ക് ശേഷം 16ാമത്തെ ആഴ്ചയിലാണ് ഇപ്പൊ നമ്മൾ വന്ന് കിടക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ ദ മെഡിറ്റേഷൻ. ഐ ഹോപ്പ് യു ഓൾ ആർ റെഡി. ആൻഡ് ഞാൻ വിചാരിക്കുന്നില്ല ഇവിടെ ആരും പുതുതായിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ, അല്ലെങ്കിൽ എന്റെ സെഷൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? Is there anyone attending for the first time? ആരെങ്കിലും ഉണ്ടോ സെൽഫ് സിംഗിൽ ആദ്യമായി വന്ന് ജോയിൻ ചെയ്തവര്? ഓക്കെ,
ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മൾ ആദ്യം നമ്മളെ സെഷൻ ബിഗിൻ ചെയ്യുന്നത് മെഡിറ്റേഷൻ ത്രൂ ആയിരിക്കും. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല, നിങ്ങളൊന്ന് സിംപ്ലി ഇരുന്നാൽ മതി. അത് ചെയ്തുതരാം. ഓക്കെ, സിംപ്ലി ഇരിക്കുക. ഇരിക്കാനാ പറഞ്ഞാൽ കളിക്കരുത്. ഇരിക്കുക, അനങ്ങാതിരിക്കുക, നല്ല കുട്ടികളായിട്ട് ഇരിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാറി ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യാം. ഓക്കെ, മെഡിറ്റേഷൻസ് കൊണ്ട് ഒരുപാട് ചേഞ്ചസ് ലൈഫിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ എനിക്ക് ഇവിടെ വീഡിയോ കൊണ്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവർ പേഴ്സണലി മെസ്സേജ് അയച്ചത് ഞാൻ അറിയുന്നുണ്ട്. അപ്പം മെഡിറ്റേഷൻ ഈസ് എ പവർഫുൾ തിങ്. പക്ഷെ നമുക്ക് ഇവിടെ നമ്മൾ ഇപ്പൊ ചെയ്യാൻ വേണ്ടി പോകുന്നത് നോർമൽ മെഡിറ്റേഷൻ ആണ്. അപ്പൊ പല ടൈപ്സ് ഓഫ് മെഡിറ്റേഷൻ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാം, സിംപിളി ഒന്ന് ഇരുന്ന് തരാം. നിങ്ങൾ ബ്രീത്തിലേക്ക്, ഞാൻ എന്താണോ പറയുന്നത് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ബോഡിയൊക്കെ ഒന്ന് ഫ്രീ ആക്കി വെക്കാം. കയ്യിലും കാലിലും മേത്തൊന്നും ഒന്നും ഭാരമുള്ള സാധനങ്ങളൊന്നും ഇല്ലാന്ന് നോക്കാം. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവുന്ന പോസ്ചറിൽ ഇരിക്കാം. ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാത്തൊരു സ്പേസ് ചൂസ് ചെയ്യാം. ബഹളവും കാര്യങ്ങളൊന്നും ഇല്ലാതെ. നിങ്ങൾക്ക് ഇയർഫോൺസ് യൂസ് ചെയ്യണമെങ്കിൽ ഇയർഫോൺസ് യൂസ് ചെയ്യാം. ഇത് എപ്പോഴും ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു തരുന്നത് ആരെങ്കിലും പുതുതായിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഐ വിൽ ഗിവ് യു 1 minute. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് റെഡി ആയിക്കാൻ, ഒന്ന് റെഡി എന്ന് പറയാം. നിങ്ങൾ റെഡി മെസ്സേജ് അത്രയും റെഡിനെസ്സോടുകൂടി കണ്ടാൽ മാത്രമേ ഞാൻ തുടങ്ങുള്ളൂ. ഓക്കെ, ചാറ്റ് ബോക്സ് ഈസ് ഓൾവേസ് ഓപ്പൺ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ഇന്ന് ആ ഒരു രീതിയിലേക്കാണ് ഞാൻ ചോദ്യങ്ങളും ആ ഒരു രീതിക്കൊക്കെയാണ് പോകാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഫൈൻ. ഓക്കെ, എത്ര പേരേ ഉള്ളൂ? 3 ഉള്ളൂ റെഡി ആയിട്ട്? ഓക്കെ, നമ്മളിവിടെ നല്ല ക്ലൈമറ്റ് ആണ്. ഓക്കെ, ഇവിടെ നല്ല വെതറാണ്. നല്ല തണുപ്പും മഴയൊക്കെ പെയ്തില്ല എന്നൊക്കെ പറയുന്ന ഒരു ക്ലൈമറ്റ് ആണ്. സോ നിങ്ങളെ റെഡിനെസ്സും കൂടി ആയിക്കഴിഞ്ഞാൽ സെറ്റാണ്. ഓക്കെ, ഫൈൻ. അപ്പം നമുക്ക് ബിഗിൻ ചെയ്താലോ? അപ്പം മെഡിറ്റേഷൻ ബിഗിൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായി നിങ്ങൾക്ക് റിലാക്സ് ചെയ്ത് ഫ്രീ ആയിരിക്കാം. എന്റെ ഓഡിയോസ് ഒക്കെ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. പറഞ്ഞതുപോലെ നെറ്റ്വർക്ക് ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ അറിയിക്കണം. ഓക്കെ, ടൈം കണ്ണാടടുക്കുന്നതിന് മുമ്പായി നിങ്ങൾക്ക് റിലാക്സ് ചെയ്ത് ഫ്രീ ആയിരിക്കാം. You can see yourself you are entering to a meditation. Prepare yourself to experience the beauty of yourself. Now you can slowly close your eyes. പതിയെ റിലാക്സ് ചെയ്ത് ഫ്രീ ആയി പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കാം. Slowly you can close your eyes. Relax your body. Relax. Now you can comfortfully focus on your breath. നിങ്ങളുടെ ശ്വാസത്തിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ കൊടുത്തുകൊണ്ടെന്ന് ശ്രദ്ധിക്കാം. Focus on your breath. Breathe in and breathe out. ഒരു ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുന്നത് ആയിരിക്കും. ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുമ്പോഴും ഇതിലേക്ക് എടുക്കുമ്പോഴും
നിങ്ങൾക്ക് നിങ്ങളിൽ കാണുന്ന ചേഞ്ചസ് ഒന്ന് ഒബ്സർവ് ചെയ്യാം. നിങ്ങളുടെ ബോഡി ആൻഡ് മൈൻഡ് റിലാക്സ് ചെയ്ത് വരുന്ന ഒരു പോസ്ചർ, കംപ്ലീറ്റ് ആ ഒരു ഫീല് നിങ്ങൾക്ക് അനുഭവിക്കും. നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ, ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെസ്റ്റ് ഇങ്ങനെ അതിലുണ്ടാവുന്ന ചേഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങളുടെ വയറിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഒബ്സർവ് യുവർ ബോഡി ആക്ച്വലി. ഫോക്കസ് ഇറ്റ്. നിങ്ങളുടേതായ താളത്തിൽ നിങ്ങൾക്ക് ശ്വാസത്തെ എടുത്ത് പുറത്തുവിടാം. ഐ എം നോട്ട് ഗൈഡിങ് യു. You are just guided by your own self. So focus on your breath in your own way. Very good. ശ്വാസം വിടാം. നന്നായി ഫീൽ ചെയ്യാം. ശ്വാസം ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വല്ലാത്തൊരു അനുഭൂതിയും, ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അവിടെ കെട്ടി നിൽക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള എനർജീസ് ഉണ്ടെങ്കിൽ അതെടുത്ത് പുറത്തു വിടാം. അത് നിങ്ങളുടെ ശ്വാസത്തിലൂടെ പുറത്തേക്ക് പോകുന്നതായി നിങ്ങൾക്ക് ശരിക്കും അനുഭവിക്കാൻ പറ്റും. ഫീൽ ഇറ്റ് മൈ ഡിയർ. മാക്സിമം നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയെ ഫ്രീ ആക്കി വെക്കാം. Okay. Your body is relaxing, relaxing, relaxing. വളരെ റിലാക്സ് ആയ സ്റ്റേറ്റിൽ നിങ്ങളുടെ ബോഡി എത്തിച്ചേരുന്നു. റിലാക്സേഷൻ അപ്പുറത്തേക്ക് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ അധികം ആക്ടിവേറ്റ് ആകാൻ, ടു റിസീവ് ദ ബ്യൂട്ടിഫുൾ തിങ്സ് ദാറ്റ് യു ഡിസേർവ്. നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന കാര്യങ്ങൾ റിസീവ് ചെയ്യാൻ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ ആക്റ്റീവായി മാറും. നിങ്ങളുടെ ബോഡി അതിനെ ക്യാരി ചെയ്യാനുള്ള ഒരു എനർജി ഇപ്പോൾ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് യുവർ ബോഡി ഫീലിംഗ് സംതിങ് സ്പെഷ്യൽ ഇൻ യുവർ എനർജി. നിങ്ങളുടെ ബോഡിക്ക് ചുറ്റും ഒരു ലൈറ്റ് ഫോമിലുള്ള എന്തോ ഒന്ന് ഷീൽഡ് ചെയ്ത് കിടക്കുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഓർ ഇറ്റ് ഈസ് ഹാപ്പനിങ് while you are aligning. നിങ്ങൾ അലൈൻ ചെയ്ത് വരുന്ന സമയത്ത് ഇറ്റ്സ് നാച്ചുറലി ഹാപ്പനിങ്. സോ മാക്സിമം നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയി ഇരിക്കാം. നിങ്ങളുടെ മൈൻഡ് എവിടെയെങ്കിലും ഡൈവേർട്ട് ആയി പോകുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ആയിട്ട് തന്നെ ഇരിക്കാം. വെരി ഗുഡ്. നൗ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഒന്ന് കാണാം. നിങ്ങളുടെ പിക്ചർ, നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ ഫേസ്,
എല്ലാം ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഫിഗർ ഔട്ട് ചെയ്യാം. നിങ്ങൾ തന്നെ നിങ്ങളൊന്ന് നിൽക്കുന്ന രൂപത്തിൽ, എഴുന്നേറ്റ് നിൽക്കുന്ന രൂപത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് കാണാം. ഓക്കെ, യു ആർ ജസ്റ്റ് സ്റ്റാൻഡിങ്. ട്രൈ ടു ഫിഗർ ഔട്ട് യുവർ ഫേസ്, യുവർ ബോഡി. നിങ്ങൾ ആ ഒരു ആംഗിളിൽ നിന്ന് നിങ്ങളുടെ കൈകളിലേക്കും കാലുകളുടെ എല്ലാം ഒന്ന് നോക്കുന്നത് പോലെ ആ ഒരു വ്യൂ പോയിന്റിൽ നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് നോക്കാം. How you are actually staying there. Look at your face, the real, actual face. സബ്കോൺഷ്യസ് മൈൻഡിന്റെ കംപ്ലീറ്റ് റിഫ്ലക്ഷൻ ആയിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിനെ കാണാൻ വേണ്ടി പറ്റട്ടെ. എങ്ങനെയാണോ നിങ്ങൾ നിങ്ങളെ കരുതി വെച്ചിട്ടുള്ളത്, ധരിച്ചു വെച്ചിട്ടുള്ളത്, ആ ഒരു ആംഗിളിലുള്ള ഒരു നിങ്ങള്, മുന്നേ എടുത്തു വെച്ച ഫോട്ടോയിലുള്ള നിങ്ങളുടെ ഫേസ് ഒന്നും അല്ല. The actual face from your subconscious mind. Try to figure out it. You are standing there. Focus on your face. Actually, what is the emotion of your face holding? You just want to figure out here. I will give you time. You just focus or figure out your own self. മൊത്തത്തിൽ ഒന്ന് സ്കാൻ ചെയ്യാം. പിന്നീന്ന് നോക്കിയാലും സൈഡിൽ നിന്ന് നോക്കിയാലും നേരെ നോക്കിയാലും എങ്ങനെയാണ് നിങ്ങളുള്ളത്. Take your time.
ഓപ്പൺ യുവർ ഐസ്. പതിയെ കണ്ണുകൾ തുറന്ന് തിരിച്ചു വരാവുന്നതാണ്. Okay, I hope you all are back. തിരിച്ചെത്തിയോ ഇവിടെ? ഓക്കെ, എവിടെ 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 എവിടെ? അപ്പൊ തിരിച്ചെത്തിയ ആൾക്കാരൊന്ന് ജസ്റ്റ് ഒന്ന് കൈയും കാലൊക്കെ ഒന്ന് ഷെയ്ക്ക് ചെയ്യാം. എന്നിട്ട് കണ്ണാടിന്റെ മുമ്പിൽ പോയ പോലെ തന്നെ ഒന്ന് വീഡിയോ മോഡ് അപ്പിയർ ചെയ്യാം. പരിപാടി വേറെ ഉണ്ട്, അതുകൊണ്ടാ പറയുന്നത് വീഡിയോ മോഡ് അപ്പിയർ ചെയ്യാൻ. ഓക്കെ, എവിടെ എവിടെ? I want to see your face. I want to ask something. ഓക്കെ ഓക്കെ, പെട്ടെന്ന് പെട്ടെന്ന് വരട്ടെ. ഓക്കെ, എവിടെ? ആരുമില്ല. So fine. How was the meditation? വീഡിയോയിൽ ഇല്ലാത്ത ആൾക്കാർ ചാറ്റ് ബോക്സിൽ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. പറഞ്ഞിട്ടില്ലെങ്കിൽ അറിയണം. How was the meditation? Okay. ചാറ്റ് ബോക്സിൽ പറയൂ. ഓക്കെ, വെറുതെ അടിപൊളിയെന്നൊന്നും പറയണ്ടേ. ഞാൻ നിങ്ങളോട് ചോദിച്ചത് മെഡിറ്റേഷൻ എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിലല്ല. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്? നിങ്ങൾക്ക് നിങ്ങളിലൂടെ എന്താണ് ഫീൽ ചെയ്തത്? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ, ദ ഓൺലി ക്വസ്റ്റ്യൻ. വീഡിയോ മോഡിൽ ഇല്ലാത്തവർ ഇനി ഞാൻ വിളിക്കൂല. ഇന്ന് വീഡിയോ മോഡിലെ കാര്യം ഞാൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടായിരിക്കാം മേ ബി ഞാൻ ഇന്ന് മെഡിറ്റേഷനിൽ ഇങ്ങനെ വന്നിട്ടുണ്ടാവുക. ഐ ആം നോട്ട് പ്ലാൻഡ്. ഓക്കെ, അപ്പം എന്നിട്ടും വീഡിയോ മോഡിൽ വന്നിട്ടില്ലെങ്കിൽ എന്റെ കുഴപ്പമില്ല. അപ്പം ഐ തോട്ട് ദാറ്റ് ലൈക്ക് ഇന്നൊരു ഇന്ററാക്ഷൻ പോലത്തെ ഒരു സെഷൻസ് കണ്ടക്ട് ചെയ്യാന്നുള്ള രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ ജസ്റ്റ് ഒന്നുമില്ല, അങ്ങനെ വിചാരിച്ചിപ്പോ. അപ്പം പെട്ടെന്ന് വീഡിയോ മോഡിൽ വന്നാൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ഞാൻ തരാം. അതേപോലെ 2-3 ചോദ്യം ഞാൻ അങ്ങോട്ടും ചോദിക്കും. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ചെയ്യാം. ചോദ്യം ചോദിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇനി പേടിക്കണ്ട. Is there anyone? Raise your hands. Is there anyone want to ask something or want to talk about the meditation? അത് വെച്ച് നമുക്ക് സംസാരിക്കാം. ഹാൻഡ് റൈസ് ചെയ്യാം. whatever it is, just share. അതിൽ നിന്ന് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു. Anyone? ടൈമില്ല കളയാൻ, വേഗം ഹാൻഡ് റൈസ് ചെയ്താൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം. താഴെ റിയാക്ഷന്റെ ബട്ടൺ ഉണ്ട്, ഇവിടെ റേസ് ഹാൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഫൈൻ, ഞാൻ നിർബന്ധിക്കുന്നില്ല. ചാൻസസ് ഒന്നും നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ലൈഫിൽ എവിടെ എത്തുമെന്നും ചെയ്യില്ല കേട്ടോ. എനിവേസ്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇന്നത്തെ മെഡിറ്റേഷൻ കൊണ്ടോ. ഗസിത കൺ ടോക്ക്. ഹലോ. അപ്പോ ഇന്നത്തെ മെഡിറ്റേഷനിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തെന്ന് വെച്ചാല് ഞാൻ കണ്ണാടിന്റെ മുന്നിൽ നിന്നിട്ട് എന്നെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു ഫീൽ ഗുഡ് ഉണ്ടായി. ആ ഒരു സ്മൈലായിരുന്നു എന്റെ ഫേസിലേക്ക് വരുന്നുണ്ടായി. അത്രയും എന്താ പറയാ ഡീപ്ലി നല്ല ഒരു ഇതായിരുന്നു. ഓക്കെ, താങ്ക് യു ജിത. ജിത നമ്മൾ മെഡി റൂട്ടീനിലെ പാർട്ടിസിപ്പന്റ് ആണ്. ഓൺഗോയിങ് ആയിട്ടുള്ള മെഡി റൂട്ടീനിലെ പാർട്ടിസിപ്പന്റ് ആണ്. എനിവേസ്, താങ്ക് യു. Is there anyone felt like I am not in good right and എനിക്ക് എന്തോ ഡിസ്കംഫർട്ട് ആവുന്നത് ഒന്നും ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ ഒന്നും ഫീൽ ചെയ്യുന്നില്ല? ഓർ ഈസ് ദർ എനിവൺ ഫീലിംഗ് ലൈക്ക് എനിക്ക് എന്റെ ഫേസിൽ കാണുന്നില്ല? ഞാൻ ആ ഫേസ് കണ്ടെത്താൻ വേണ്ടി എന്റെ ഒരു പിക്ചർ എന്താ പറയാ ഇങ്ങനെ റിക്കോൾ ചെയ്ത് അങ്ങനെ വിചാരിച്ച് എന്റെ ഫേസിനെ കണ്ടെത്താൻ നോക്കി. അങ്ങനെയുള്ള ആരെങ്കിലും ഇത് പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടാവായിരിക്കാം. ഓക്കെ, എന്തായാലും അങ്ങനെ ഒരു കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടാവും. അങ്ങനെ ഞാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പ്, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞത്. എനിവേസ്,
നമുക്ക് നമ്മളുടെ ഉള്ളിൽ, ഞാൻ അവിടെ മെഡിറ്റേഷന്റെ ഇടയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഉള്ളിൽ പണിത സാധനം മാത്രമേ നമുക്ക് പുറത്ത് പണിയാൻ പറ്റൂ. നിങ്ങൾ പുറത്ത് ഭയങ്കര ബിസിനസ് സക്സസ് ആവണം, അത് സക്സസ് ആവണം, എല്ലാവരും മുമ്പിൽ എനിക്ക് ഭയങ്കര സംഭവം ആവണം, എന്റെ ലൈഫിൽ എനിക്ക് ഭയങ്കര ഇതാവണം, എല്ലാം എനിക്ക് അങ്ങനെ സെറ്റ് ആക്കണം, ഞാൻ നല്ലൊരു ഡോക്ടർ ആവണം, ലോയർ ആവണം, അതാവണം ഇതാവണം എന്നൊക്കെ പറയുമ്പോൾ, ഇതെല്ലാം ആവണം എന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഉള്ളിൽ ആ സാധനം എങ്ങനെ പിക്ചറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എങ്ങനെയാണ് അതിനെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്, ആ പിക്ചർ എങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ മെഡിറ്റേഷൻ ആ ഒരു രീതിക്ക് ചെയ്തിട്ടുള്ളത്. അതായത് ആദ്യം നിങ്ങൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു റിഫ്ലക്ഷൻ പോലെ നിങ്ങൾ ഒരു ഫേസ് കാണാൻ പറ്റുന്നു, മൊത്തത്തിൽ കാണാൻ പറ്റുന്നു. ഓക്കെ, അത് കണ്ടതിന് ശേഷം നിങ്ങൾ ഏറ്റവും കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ പറഞ്ഞു, അതും കൊണ്ടുവന്നു. ഇത് എന്തുകൊണ്ടാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടുന്നില്ല, എന്നെ എല്ലാരും കുറ്റം പറയുന്നത്, ആരെന്ത് പറഞ്ഞാലും എന്നെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന പോലെ, എന്റെ ലൈഫിൽ ചുറ്റിലും പ്രശ്നം, എനിക്ക് പ്രശ്നങ്ങൾ ചെറുപ്പത്തിൽ ഉണ്ടായ ഒരു പ്രശ്നം തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത്, അത് പല കോലത്തിൽ പല നിറത്തിൽ ഡയമെൻഷനും ഇന്റൻസിറ്റിയും കൂടി വരുന്ന രീതിയിൽ പ്രശ്നങ്ങൾ പല കോലത്തിൽ പല നിറത്തിൽ പല ആൾക്കാരുടെ രൂപത്തിലൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്, പ്രതിഷ്ഠിക്കുകയാണെന്നൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ ഒരു കംപ്ലീറ്റ് ആ ഒരു ഓറ കിടക്കിന് പ്രശ്നം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിലാണ്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പ്രശ്നത്തിനാണോ പരിഹാരത്തിനാണോ നിങ്ങൾക്ക് ഫോക്കസ് കൊടുക്കണേ എന്നുള്ള രീതിക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് റിപ്പീറ്റഡ്ലി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു രീതിയിലുള്ള പിക്ചർ, ലൈക്ക് ഐ എം നോട്ട് ഫീലിംഗ് വെൽ, അല്ലെങ്കിൽ എനിക്ക് ഹെൽത്ത് പോലും കേട്ടോ, ഈവൻ ദ ഹെൽത്ത്, നിങ്ങൾക്ക് ഹെൽത്തിൽ ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം വല്ലാത്ത ഉറക്കം വരിക, ഒന്നിനും ഒരു ഉന്മേഷമില്ല, ഒന്നിനും ഒരു താല്പര്യമില്ല, എപ്പോഴും എല്ലാവരും ഉണ്ടാകുന്ന സമയത്ത് എനിക്കൊന്നും ഒരു ക്ഷീണം പോലെ. ഇറ്റ്സ് ആക്ച്വലി യുവർ സബ് കോൺഷ്യസ് മൈൻഡിന്റെ റിഫ്ലക്ഷൻ ആണ്. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യൂഷ്വലി ഇങ്ങനെ സയന്റിഫിക്കലി ഒന്നും സംസാരിക്കാറില്ല, എന്നാലും നിങ്ങൾക്കൊന്ന് മനസ്സിലാവണല്ലോ, ഒരു ഐഡിയ ഉണ്ടാവണല്ലോ നിങ്ങൾ എന്താണെന്നുള്ളതിനെ പറ്റിട്ട്, നിങ്ങളെ പറ്റി നിങ്ങൾക്ക് ഒരു കുറച്ചൊരു ബേസിക് ഐഡിയ ഉണ്ടാവണല്ലോ, അതുകൊണ്ട് പറഞ്ഞിരുന്നത്. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിന്റെ വേറൊരു ഡയമെൻഷനാണ്. അവിടെ നിങ്ങൾ എന്താണോ, അവിടെ എങ്ങനെയാണോ നിങ്ങൾ പ്രൊജക്ട് ചെയ്തിട്ടുള്ളത്, അതിനനുസരിച്ചിട്ട് മാത്രമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ പുറത്ത് നിങ്ങൾക്ക് നടക്കണേ. നിങ്ങൾക്ക് വീണ്ടും അടിക്കടി പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രശ്നങ്ങൾ വന്നിട്ട് അതിനുള്ള പരിഹാരം എവിടെയാണെന്ന് എനിക്ക് എന്തോ ചെയ്തിട്ടും മനസ്സിലാവുന്നില്ല, അതെല്ലാം ചെയ്തിട്ടും ഇതെല്ലാം ചെയ്തിട്ടും ഒന്നും വർക്കൗട്ട് ആകുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്തേ? നിങ്ങൾ ആരെ മാറ്റാനാ നോക്കിയേ? നിങ്ങൾ എന്ത് ശരിയാക്കാനാ നോക്കിയേ? ഇതൊന്നും കൊണ്ട് ഒരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല. ചെക്ക് ഔട്ട് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ഓർ യുവർ മൈൻഡ്, ക്ലീൻ യുവർ മൈൻഡ്, ക്ലെൻസ് ചെയ്യാന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് കടത്തി വിടാന്നുള്ളതാണ് ഫസ്റ്റ് പറയാനുള്ള കാര്യം. സാധാരണ നമ്മൾ കുറച്ച് സ്പിരിച്വലി അല്ലെങ്കിൽ ഒരു എയറിൽ കയറുന്ന രീതിയിലെ സെഷൻ എടുക്കുക, പക്ഷെ ചില സമയത്ത് ഞാൻ അതേപോലെ തന്നെ പിടിച്ച് ഭൂമിയിലേക്ക് ഇടാറുണ്ട്. അത് ഞാൻ പറയാറുണ്ട് എപ്പോഴും. നമ്മുടെ മെഡി റൂട്ടിന്റെ സെഷനിലെ ചില ദിവസങ്ങളിലെല്ലാം ഭയങ്കര എയറിൽ കയറ്റി, ചില സ്ഥലത്ത് താഴേക്ക് ഇടും. ഓക്കെ, താഴേക്ക് ഇടണം, ചില സമയത്ത് നമ്മൾ താഴേക്ക് വീഴണം, താഴേക്ക് അല്ലെങ്കിൽ താഴെ ഇറങ്ങി ചിന്തിക്കണം. ചില സമയത്ത് ഞാൻ എന്നെ തന്നെ ഡിമോട്ടിവേറ്റ് ചെയ്യും. സംടൈംസ് ഞാൻ എന്നെ തന്നെ, ഫാത്തിമ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല കേട്ടാ, ഫാത്തിമ നീ ചെയ്യുന്നത് മഹാബത്താണ്, നീ മഹാമടിച്ചിയാണ്, നീ എന്താ പറയാ പ്രൊക്കാസ്റ്റിനേറ്റർ ആണെന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നെ തന്നെ ചില സമയത്ത് പറയാറുണ്ട്. എന്തിനാണെന്നറിയോ? ചില സമയത്ത് ഭൂമിയിൽ ഇറങ്ങണം. കാരണം ഇത് വേറെ രീതിക്കുണ്ട്, ഇത് ഓവറായിട്ട് ഞാൻ ചിന്തിക്കുന്നുണ്ട്, എന്നെ തന്നെ പഠിപ്പിക്കാൻ വേണ്ടി ചിന്തിക്കാൻ, കംഫർട്ടബിൾ ആയി പോവാതിരിക്കാൻ വേണ്ടി ഞാൻ ചില സമയം ചിന്തിക്കാറുണ്ട് ഈവൻ. കാരണം നമ്മൾ ഇടയ്ക്ക് ഭൂമിയിൽ ഇറങ്ങിയിട്ടും കൂടി ചിന്തിക്കണം. ഓക്കെ, നമ്മൾ ഭയങ്കര ഹൃദയത്തിന് കുളിർമുള്ള വിസ്റ്റംസും കാര്യങ്ങളും എല്ലാ ദിവസവും എല്ലാ വീക്കിലും കേൾക്കുന്ന കാര്യങ്ങളുടെ അപ്പുറത്തേക്ക് കം ടു ദി റിയാലിറ്റി. വൈ യു ആർ അറ്റൻഡിങ് ദിസ് ആക്ച്വലി. നിങ്ങൾ എപ്പോഴും ഈ വന്നിട്ട് സെഷൻ അറ്റൻഡ് ചെയ്യുന്നതിനാ, നിങ്ങൾ എപ്പോഴും എന്നെ അല്ലെങ്കിൽ എന്റെ മെന്റേഴ്സിനെ കണക്ട് ചെയ്യുന്നത് എന്തിനായിരിക്കും കണക്ട് ചെയ്യുന്നത്? ഓരോ പ്രശ്നങ്ങൾ വരുന്നത്, അത് വരുന്ന സമയത്ത് നമ്മൾ പരിഹാരം പറഞ്ഞുതരും. നിങ്ങൾക്കുള്ള പ്രശ്നത്തിന് ഈ ഒരു രീതിയിൽ നിങ്ങൾ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള പരിഹാരം ഉണ്ടാവുമെന്ന് പറഞ്ഞുതരും. എല്ലാരോടും എല്ലാ കാര്യങ്ങളും പറയാറില്ല. ചില ആൾക്കാരോട് ഇന്നതാണെന്ന് പറയും, ചില ആൾക്കാർക്ക് ഈ രീതിയിലേക്ക് നടന്നു കഴിഞ്ഞാൽ ഈ ഒരു സെഷനോ അല്ലെങ്കിൽ ഈ ഒരു ഇതിലേക്ക് പ്രാക്ടിക്കലി മൂവ് ഓൺ ചെയ്താൽ നിങ്ങൾക്ക് മാറും എന്നൊക്കെ ഓരോ ആൾക്കും ഓരോന്നാ പറഞ്ഞു കൊടുക്കുക. ഇത് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് ലൈഫിൽ വേണ്ട എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും, അത് പറഞ്ഞു കൊടുക്കും, അത് പിന്നെ ചെയ്യൂല. എന്നിട്ട് ഇപ്പൊ ചെയ്യാണ്ട് കുറച്ചു കാലം കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് വിചാരിക്കും ഞാനത് ചെയ്യാൻ നോക്കി, പക്ഷെ അതൊക്കെ ആ സമയത്ത് ചെയ്യാൻ പറ്റില്ല, ഇപ്പൊ അതിനേക്കാളും വലിയ പ്രശ്നം. എനിക്ക് ഒരു ദിവസം എത്ര ഇങ്ങനത്തെ മെസ്സേജസ് കിട്ടുന്നതെന്ന് അറിയാം? നിങ്ങൾക്കറിയാം എത്ര മെസ്സേജസ് എന്റെ വാട്സപ്പിൽ വന്ന് കിടക്കണേന്നറിയാം? ചില മെസ്സേജസിന് ഞാൻ അറിഞ്ഞുകൊണ്ട് റിപ്ലൈ കൊടുക്കില്ല,
ചിലത് കാണാത്തോണ്ടായിരിക്കും, ചിലതിനെ അറിഞ്ഞുകൊണ്ട് റിപ്ലൈ കൊടുക്കില്ല. കാരണം ചില ആൾക്കാർക്ക് പ്രശ്നത്തിനുള്ള പരിഹാരമല്ല വേണ്ടത്, അവർക്ക് പ്രശ്നത്തിനുള്ള പരിഹാരത്തിനേക്കാളപ്പുറത്തേക്ക് അവർക്കൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം കേട്ടിട്ട് വേറൊരാള് അതിനുള്ള രീതിക്കുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ലൈക്ക് നമ്മൾ അതാണ് ഇതാണെന്ന് പറയുമ്പോൾ ഓക്കെ അവരുടെ ബ്രെയിൻ വാസ് ലൈക്ക് ഓക്കെ ഫൈൻ, അപ്പൊ ഇതാണ് ചെയ്യേണ്ടത്, ഓക്കെ ഞാൻ ഇങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം എന്നൊക്കെ വിചാരിക്കും. പിന്നെ മൂവേ പിന്നെ അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പം റിസ്ക് എടുക്കാൻ അല്ലെങ്കിൽ കംഫർട്ടിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയാ ഡിസ്കംഫർട്ടബിൾ ആക്കാൻ നിങ്ങൾ ബ്രെയിൻ നിങ്ങളെ സമ്മതിക്കൂല, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഷാഡോ സെൽഫ് നിങ്ങൾ സമ്മതിക്കില്ല. ചില ആൾക്കാരെ കണ്ടാൽ തന്നെ അറിയാം ഇത് എത്ര കാലം പോകും, ഈ സാധനം എത്ര കാലം പോകും. ചില ആൾക്കാർ ഓക്കെ നെക്സ്റ്റ് ടൈം എന്നൊക്കെ പറഞ്ഞ് ആ കാര്യം നെക്സ്റ്റ് ടൈം ചെയ്യാൻ നോക്കാം, ട്രൈ ആക്കാം എന്നൊക്കെ പറയും. ഐ നോ ദാറ്റ് ദേ വിൽ റീകണക്ട്, ബിക്കോസ് ഐ നോ ദാറ്റ് എനിക്ക് ആ വൈബ്രേഷൻ റീഡ് ചെയ്യാൻ പറ്റും. അവർ ഏത് വൈബ്രേഷൻ എന്നിട്ട് മെസ്സേജ് അയക്കുന്നത് റീഡ് ചെയ്യാൻ പറ്റും. ചില ആൾക്കാർ നിർബന്ധിച്ച് ഞാൻ പറയുന്നത് ഈ ഡേറ്റിനുള്ളിൽ ഈ സാധനം ക്ലിയർ ചെയ്ത് തുടങ്ങണം, ഇത്ര ഡേയ്സ് ഇത് കണ്ടിന്യൂസ് ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ അവർക്ക് എന്തായാലും ഏത് ലെവലിൽ അവർ ചെയ്യണമെന്ന് ഏത് രീതിയിലേക്ക് അവർ പോകുമെന്ന് കറക്റ്റ് മനസ്സിലാവും. കാരണം വി ക്യാൻ റീഡ് ദാറ്റ് വൈബ്രേഷൻ. അപ്പം ചില ആൾക്കാർ ഇതൊന്നും ചെയ്യൂല, എന്നിട്ട് വീണ്ടും പറഞ്ഞോണ്ടിരിക്കേ എനിക്ക് പ്രശ്നമാണ്, എനിക്ക് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എന്റെ ലൈഫിൽ ഇതാണ് അവസ്ഥ. നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യുന്നുണ്ടാവില്ലായിരിക്കും, നിങ്ങൾ നല്ല മക്കളാണ്, അതുകൊണ്ടാണല്ലോ വീണ്ടും സെഷന് വന്നിരിക്കുന്നത്. എന്നാലും രണ്ടാമത്തെ ചോദ്യം, വീണ്ടും സെഷന് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? വീണ്ടും സെഷൻ വന്നിരിക്കുന്നത് ചില ആൾക്കാർക്ക്, പല ആൾക്കാർക്ക് പല ഇന്റൻഷൻ ആയിരിക്കും. മൈൻഡ് ഒന്ന് റിലീഫ് ആക്കാൻ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എന്താ പറയാ ഒന്ന് റിഫ്രഷ് ചെയ്തോണ്ടിരിക്കണം, സെറ്റ് ചെയ്തോണ്ടിരിക്കണം. ദാറ്റ്സ് എ വെരി ഗുഡ് ഇന്റൻഷൻ. പക്ഷെ വേറൊരു ആൾക്കാർക്ക് ഭയങ്കര ഇടങ്ങാറ് മനസ്സിൽ ഫീൽ ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെ കെട്ടിയിരിക്കുന്ന, അപ്പൊ ഇത് കേൾക്കുമ്പോഴാ ഒരു സമാധാനം. ഇത് കേട്ടിട്ട് അടുത്താഴ്ച വീണ്ടും വന്നിരിക്കും ഇതേ വൈബ്രേഷന്റെ തന്നെ. ഈ വൈബ്രേഷൻ മാറ്റാൻ വേണ്ടിയിട്ടുള്ള കുറെ സാധനങ്ങൾ സെഷനിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ കുറെ സാധനങ്ങൾ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഒരു മനസ്സുക എങ്ങനെയാണല്ലേ, അങ്ങനെയാണല്ലേ, അല്ലെങ്കിൽ കേൾക്കാൻ ഒരാളുണ്ടല്ലേ, പറഞ്ഞുതരുമ്പോ എന്താണല്ലേ ഫാത്തിമ ശരിക്കും. ചില ആൾക്കാർ മെസ്സേജ് അയക്കലുണ്ട് ചില സെഷൻ കഴിഞ്ഞാല്, അത് ശരിക്കും എന്നെ ഉദ്ദേശിച്ച പോലെ എന്നെ എനിക്കുണ്ട്. ഇന്നത്തെ സെഷൻ പറഞ്ഞത് മൊത്തം, ഇന്നത്തെ മെഡിറ്റേഷന് മൊത്തം ഞാൻ ആഗ്രഹിച്ച അതേ സാധനം, എനിക്ക് വേണ്ട അതേ സാധനമാണ് കേട്ടോ ഇന്ന് എനിക്ക് മെഡിറ്റേഷനിൽ കിട്ടിയത്. ആദ്യം ഒരു സംഭവം തേങ്ങയാണ്. നിങ്ങൾ ഇവിടെ വന്നിരിക്കുമ്പോ തന്നെ എനിക്ക് അറിയാം എന്തിനാ വന്നിരിക്കണേ. എല്ലാ ആൾക്കാരും അതുകൊണ്ട് വീഡിയോ മോഡിൽ വന്നിരിക്കുന്ന ഇന്ന് എനിക്കറിയാം ഇവിടെ വന്നിട്ടുള്ള ഏതോ ഒന്നോ രണ്ടോ ആൾക്കാർക്കെങ്കിലും നല്ല പണി കിട്ടേണ്ട സമയമായിട്ടുണ്ട്. വെറുതെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ അവിടുന്ന് ഇട്ട് കുലിക്ക് കുറച്ച്. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്നും കുലിക്കാന്ന് പറയില്ലേ, ബ്രെയിനിനെ കുലിക്കാന്ന് പറയുമ്പോൾ പഠിക്കുന്നത് മാത്രമല്ല ബ്രെയിൻ കുലിഞ്ഞ. ഓക്കെ, ബ്രെയിൻ അനങ്ങാന്ന് പറയുന്നത് പഠിക്കുന്ന സമയത്ത് മാത്രമല്ല. ബ്രെയിൻ അനങ്ങാന്ന് പറയുമ്പോൾ നിങ്ങൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യിക്കാതിരിക്കുന്ന, കംഫർട്ടബിൾ ആക്കുന്നത് മെയിൻലി നിങ്ങൾ ബ്രെയിനിന്റെയാണ്. കാരണം ബ്രെയിനിന് എപ്പോഴും ഈസി സാധനം കിട്ടണം. ഓക്കെ, ബ്രെയിനിന് എപ്പോഴും ഈസി സാധനം കിട്ടണം. നിങ്ങളെ മൈൻഡ് അതിന്റെ ഉള്ളിൽ വേറൊരു വലിയൊരു ഇടങ്ങേറ സാധനമുണ്ട്, ഷാഡോ സെൽഫ് എന്ന്. നിങ്ങളുടെ മൈൻഡിൽ തന്നെ വേറൊരു സാധനം ഷാഡോ സെൽഫ്. എന്താ സംഭവം നിങ്ങൾക്കറിയോ? നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ശൈത്താനും, നമ്മളുടെ ഉള്ളിൽ തന്നെ മാലാഖയും മെഴുകും വരുന്നുണ്ട് എന്ന് പറയുമ്പം അത് നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് ഏറ്റവും വലിയ സ്വയത്തോടുള്ള യുദ്ധമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധം എന്ന് പറയുമ്പോൾ. ഈ നമ്മള് ബദർ യുദ്ധം കണ്ടിട്ടുണ്ട്, ഇപ്പൊ പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം കണ്ടിട്ടുണ്ട്. അതിനേക്കാൾ എല്ലാത്തിനെക്കാട്ടും വലിയ യുദ്ധം സ്വയത്തോടുള്ള യുദ്ധം എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താണ് ആക്ച്വലി സ്വയത്തോടുള്ള യുദ്ധം? Actually, what is സ്വയത്തോടുള്ള യുദ്ധം? ഡു യു തിങ്ക് ദാറ്റ് ഐ വോണ്ട് ദാറ്റ് യുദ്ധം ആൻഡ് ഐ ആം പെർഫെക്റ്റ്, ഞാൻ ആ യുദ്ധം വിജയിച്ചിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആക്ച്വലി ഐ ആം ആസ്കിങ് ദാറ്റ്. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ ആ യുദ്ധം വിജയിച്ചിട്ടിരിക്കുകയാണ്, എനിക്ക് അങ്ങനത്തെ വല്ല ക്ലിയർ ചെയ്യാൻ സാധനമില്ല, ഐ ആം പെർഫെക്റ്റ്, അങ്ങനെ ആ ഒരു സാധനം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? സെൽഫ് ലവിന്റെ ഭാഗമായിട്ട് ഉണ്ടാവണം, പക്ഷെ അത് വേറെ അപ്പുറത്തേക്ക് വേറൊരു റിയാലിറ്റി ഡയമെൻഷൻ നിങ്ങൾ ചിന്തിക്കുമ്പോൾ എത്ര കാലം നിങ്ങളെ ഹൃദയത്തിലേക്ക് നിങ്ങളെ നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരാൾ കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയോ? ഐ എം ആസ്കിങ് ദാറ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ ആൻഡ് അഗെയിൻ എന്ന് പറഞ്ഞാല് ചുറ്റിലുള്ള ആൾക്കാർ നിങ്ങളെ തന്നെ പോയിന്റ് ഔട്ട് ചെയ്യേണ്ട കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ഇൻസിഡൻസ്, കുറെ ആൾക്കാർ നിങ്ങൾ അത് ഇത് ശരിയാണ്, ഡിപ്രഷൻ ഉണ്ട്, ആൻസൈറ്റി ഉണ്ട്, അതിന്റെ പല ഡയമെൻഷൻസ് ഉണ്ട്, എല്ലാം എനിക്ക് സയന്റിഫിക്കലി അറിയാം. പക്ഷെ പലതും
പലതിനെയും ഓവർകം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മളല്ലേ ആദ്യം റെഡി ആവേണ്ടത്, നമ്മളല്ലേ അതിലേക്ക് വേണ്ടി ആക്ഷൻ എടുക്കേണ്ടത്. ഞാൻ എന്റെ സെൽഫിൽ പല ഡയമെൻഷൻസിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ചെറുതിലും അനുഭവിച്ചിട്ടുണ്ട്, വലുതിലും അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്കെന്ന് പറയുമ്പം വേറൊരാൾ വന്നൊരു പ്രോബ്ലം വന്ന് പറയുന്ന സമയത്ത് ഐ ക്യാൻ ഫിഗർ ഔട്ട് ഇറ്റ് ഹൗ ദേ ആർ ഫേസിങ് ദാറ്റ്. എങ്ങനെയാണ് അതിലൂടെ അവർ കടന്നു പോകുന്നത്, ഏത് ഇതിലൂടെയാണ് കടന്നു പോണേ. ഞാൻ പല ആൾക്കാരോടും പറയുന്നുണ്ട്, പല സമയത്തും പ്രശ്നങ്ങൾ വന്ന് പറയുന്ന സമയത്ത് ഞാൻ ചില ആൾക്കാരോട് പറഞ്ഞു പോയിട്ടുണ്ട്, നിങ്ങൾ ഈ കടന്നു പോകുന്ന പ്രശ്നമില്ല, കുറച്ചു കാലം കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ആയി എന്ന് വിചാരിച്ചു, നിങ്ങൾ ആരെങ്കിലും ഒക്കെ ആവും. ശരിക്കും ട്രൂ സെൽഫിനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവും. എന്തെങ്കിലുമൊക്കെ ആവാന്ന് പറയുമ്പോൾ സയന്റിസ്റ്റും മിസൈൽ കണ്ടുപിടിപ്പിക്കലൊന്നും അല്ല, എന്തെങ്കിലുമൊക്കെ ആവും. ഓക്കെ ഓക്കെ എന്തെങ്കിലുമൊക്കെ ജോബ് ഓറിയന്റഡ് ആയിട്ട് മാത്രമാണ് നിങ്ങൾ വിചാരിക്കേണ്ടത്. പക്ഷെ എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാൽ ഓക്കെ ജോബ് ഓറിയന്റഡ് ആയിട്ടും സക്സസ് വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാളായെന്ന് വിചാരിച്ചു. ആയി കഴിഞ്ഞാല് ഒരു ഇന്റർവ്യൂ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മാഗസിൻ വന്നു കഴിഞ്ഞാല് ആ മാഗസിൻ നിങ്ങൾ എന്ത് കഥ വരും, ആ കഥകൾ സ്ക്രിപ്റ്റ് ആണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. അങ്ങനെ മാത്രം വിചാരിച്ചാൽ മതി ചില പ്രശ്നങ്ങൾ വരുമ്പോ. കാരണം എന്താ വെച്ചാൽ പ്രശ്നങ്ങൾ അതെന്താ പ്രശ്നങ്ങളെ സിംബോളൈസ് ചെയ്യുക അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോ അത് അത്ര ഇല്ലൂ എന്നെ തള്ളിക്കളയാ, അതല്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് മെന്റലി നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, നിങ്ങളെ തന്നെ പ്രിപ്പയർ ചെയ്യണം. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നതിനാലും വേറൊരാൾ ഡിപ്പെൻഡ് ചെയ്യുക, വേറൊരാൾ ഇതാക്കുക എന്ന് പറയുമ്പോൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടടുത്ത് ഡിപ്പെൻഡ് ചെയ്യണം കേട്ടോ. അത് എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തായിരിക്കണം. ഇത് ഒരിക്കൽ കപ്പൽ മൊത്തം മുങ്ങി നിൽക്കുന്ന ആളടുത്തേക്കായിരിക്കും നമ്മൾ പോയി ചോദിക്കുന്നത്, എടാ എനിക്കൊരു പ്രശ്നമുണ്ടെടാ, എടാ എന്റെ ലൈഫിൽ ഇപ്പം സത്യോ നിനക്ക് അങ്ങനത്തെ കാര്യമുണ്ട്, ഞാനും ഇതന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്റെ മോളെ എന്റെ ലൈഫിൽ നീ അതൊന്നും ചെയ്യണ്ടേ. ചില ആൾക്കാർ റിലേഷൻഷിപ്പ് അഡ്വൈസ് എടുക്കുന്ന റിലേഷൻഷിപ്പിലെ ആറ് പോലും അറിയാത്ത ആളടുത്തേക്ക് പോയി ചോദിക്കുന്നുണ്ടാവാം. ഏതെങ്കിലും എന്താ പറയാ ഏതെങ്കിലും അമ്മായിമാരോടോ അച്ചാച്ചന്മാരോടൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവും. ചില റിലേഷൻഷിപ്പിന്റെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് പോയി പറയാം, അങ്ങനെയാണോ എന്നാ നീ അവിടെ നിൽക്കണ്ട, നമ്മൾക്ക് അങ്ങനെയൊന്നും നമ്മൾ ഇതിൽ അങ്ങനെയൊന്നുമില്ല, നീ എന്നാ ഇങ്ങോട്ടേക്ക് വാ. പറയേണ്ട അടുത്ത ആൾക്കാരുടെ അടുത്തും പറയേണ്ട സ്ഥലത്തും മാത്രമാണ് ചിലത് ഷെയർ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രശ്നം വരുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റണം. അതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് പ്രശ്നങ്ങൾ ഇല്ലാത്ത ലൈഫ് ഉണ്ടാവും ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഈവൺ ഐ ആം ഹാവിങ് സം ട്രബിൾ ഇൻ മൈ ലൈഫ്, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അത് എന്നോട് തന്നെ ഉള്ള ഒരു, ഞാൻ പറഞ്ഞ പോലെ ഈ സ്വയത്തോടുള്ള യുദ്ധം പറയുന്നില്ലേ, അതേപോലെ ഞാൻ ഫൈറ്റ് ചെയ്യും. നിങ്ങൾ ആരെങ്കിലും എല്ലാ വീക്കിലും ഓരോ കാര്യങ്ങൾ അപ്പം നടക്കുന്നുണ്ടാവുമായിരിക്കുമല്ലോ, പക്ഷെ അതൊന്നും നടക്കുന്നില്ല എന്നാണ് വിചാരിക്കണേ. എന്നാലും എല്ലാ വീക്കും സെൽസിങ് നടക്കുന്നില്ലേ, എല്ലാ മെഡി റൂട്ടീൻ കറക്റ്റ് ടൈം നടക്കുന്നില്ലേ, എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നടക്കുന്നില്ലേ, അത് എനിക്ക് സോർട്ട് ഔട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാം. ഏത് കാര്യം വന്നാലും അതെങ്ങനെ എനിക്ക് സോർട്ട് ഔട്ട് ചെയ്യേണ്ടതെന്ന് അറിയാം. ആ കപ്പാസിറ്റി ആദ്യം ഉണ്ടാക്കിയെടുക്കണം. അത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഞാൻ ഇപ്പൊ എന്തിലൂടെയാണ് ഗോ ത്രൂ ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് ആദ്യം മനസ്സിലാവണം. അതാണ് ഒന്നാമത്തെ സ്റ്റേജ്. ഞാനിപ്പോ എന്തിനാ ജീവിക്കണേ, എന്റെ ലൈഫ് ഇപ്പൊ എന്തിലൂടെയാ കടന്നു പോണേ. ജസ്റ്റ് ആസ്ക് യുവർ സെൽഫ് ദാറ്റ്, വൈ ഐ ആം ലിവിങ് ഹിയർ. നിങ്ങൾ എന്തിനാ ജീവിക്കുന്നത്? ശരിക്കും എന്തിനാ ജീവിക്കുന്നത്? നമ്മൾ മോട്ടിവേഷൻ ക്ലാസ്സിൽ കേൾക്കും, നിങ്ങൾ മരണപ്പെട്ട് പോയാൽ എത്ര പേര് കരയുന്ന ഓർക്കട്ടെ, അതെല്ലാം ഓർക്കട്ടെ. നിങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് എത്ര പേര് സന്തോഷിക്കും? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. നിങ്ങൾ എന്താണിപ്പോ, നിങ്ങൾ ആരാണിപ്പോ, നിങ്ങൾ എന്തിനാ ജീവിക്കണേ? ആസ്ക് യുവർ സെൽഫ്. ഞാൻ എന്തിനാ ശരിക്കും ജീവിക്കണേ? എന്റെ ലൈഫ് ആർക്കൊണ്ട് ഞാൻ ജീവിക്കണേ? ഞാൻ ശരിക്കും മനസ്സറിഞ്ഞ് സന്തോഷിച്ചിട്ട് തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ ഈ ജീവിക്കണേ ഇതാക്കണേ എന്നൊക്കെ ചോദിക്കുമ്പോ ചില ഹൗസ് വൈഫ്സിന് കൊള്ളും. ലൈക്ക് ചില ഹൗസ് വൈഫ്സിന് കൊള്ളും പറഞ്ഞാൽ ലൈക്ക് അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അവർ ഇത് ചെയ്യണേ. ലൈക്ക് ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്, ഡൂയിങ് ദാറ്റ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഐ എം സോ ഹാപ്പി വിത്ത് ദാറ്റ്. ലൈക്ക് നിങ്ങളുടെ ഹസ്ബൻഡിനും നിങ്ങളുടെ ഫാമിലിനെയും നിങ്ങൾ എല്ലാത്തിനും പ്രൊവൈഡ് ചെയ്യുന്നതിൽ യു ആർ വെരി ഹാപ്പി എന്നാണെങ്കിൽ ഐ എം സോ ഹാപ്പി വിത്ത് ദാറ്റ്. നിങ്ങൾ കംപ്ലീറ്റ്ലി ഓക്കെ ആണ്, നിങ്ങൾ ആ ഒരു കാര്യം പ്രോസസ് അത്ര എൻജോയ് ചെയ്തിട്ടാ ചെയ്യുന്നെങ്കിൽ ദാറ്റ്സ് എ വെരി ഗുഡ് തിങ് ആക്ച്വലി. അത് വളരെ ബിഗ്ഗസ്റ്റ് ആൻഡ് വലിയൊരു പ്രൊജക്ട് ഡീൽ ചെയ്യുന്ന പോലെ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഫാമിലി റൺ ചെയ്യാന്ന് പറയുന്നത്. പക്ഷെ വേറൊരു കാറ്റഗറിയിൽ പെടുന്ന ചില ആൾക്കാരുണ്ട്, അവർ ചെയ്യുന്നൊക്കെ ഉണ്ട്, പക്ഷെ അവർക്കാണുള്ളുന്നൊരു ഇതാ, എനിക്ക് ഇതൊന്നല്ല ചെയ്യണ്ടേ, എന്റെ ലൈഫിൽ ഞാൻ ഒന്നും ആയിട്ടില്ല, ഞാൻ ഇത്രയും പഠിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ ഓക്കെ അല്ല. ഓക്കെ അങ്ങനെയാണെങ്കിൽ ഓക്കെ അല്ല.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ എത്ര ആത്മാർത്ഥത കാണിക്കാൻ നോക്കിയാലും നിങ്ങൾക്ക് സമാധാനം സന്തോഷം കിട്ടൂല. നിങ്ങൾ എത്രക്കും നിങ്ങളെ ഹസ്ബൻഡിനെ നിങ്ങളെ ഫാമിലിനെ എന്റെ മക്കളെ പ്രൊവൈഡ് ചെയ്യില്ലേ, അതിന്റെ പ്രതിഫലം എനിക്ക് പഠിച്ചോന്റെ അടുത്ത് നിന്ന് കിട്ടൂലെന്ന് വെച്ചാൽ ഒരു തേങ്ങ കിട്ടൂല. കാരണം എന്താ അറിയോ, നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ അറിഞ്ഞോണ്ട് സ്നേഹിച്ചോണ്ട് ചെയ്യല്ല. നിങ്ങൾക്ക് നിങ്ങളോടും ഇഷ്ടമില്ല, നിങ്ങൾ ആ ചെയ്യുന്ന കാര്യം തന്നെ ഇതൊരു കഷ്ടം എന്ന് പറയും. രാവിലെ മുതൽ വൈകുന്നേരം, രാവിലത്തെ ഫുഡ് കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കത്തെ ഫുഡായി, ഉച്ചക്കത്തെ കഴിയുമ്പോഴത്തേക്കാണ് പിന്നെ വൈകുന്നേരത്തെ ചായയായി, അതും കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പിള്ളേർ സ്കൂളിൽ നിന്ന് വന്ന് ഫൈൻ, റിലാക്സ്, റിലാക്സ്. ആസ്ക് യുവർ സെൽഫ് വാട്ട് യു വാണ്ട് ടു ഡു ഇൻ യുവർ ലൈഫ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യുവർ ലൈഫ്. ഐ എം ആസ്കിങ് ദാറ്റ്. എന്താ ശരിക്കും ഉദ്ദേശിക്കണം നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ കൊണ്ട്? ഒരാഴ്ച ഇതന്നെ ഇരുന്ന് ചോദിക്കാം. ഓക്കെ, ഒരാഴ്ച നിങ്ങൾ നിങ്ങളോട് തന്നെ ഇതന്നെ ഇരുന്ന് ചോദിക്കുക. നിങ്ങൾ ഇപ്പൊ എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ ഈ ചെയ്തോണ്ടിരിക്കുന്ന കാര്യത്തിൽ കംഫർട്ടബിൾ ആവരുത്. ഞാൻ എന്നെ തന്നെ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്ന ഒരു പാഠാണ്, ഫാത്തിമ, ഡോണ്ട് കംഫർട്ട് ഓർ ഡോണ്ട് കംഫർട്ടബിൾ ആവരുത്. ഡോണ്ട് ഡു ദാറ്റ്. നീ എവിടെയും എത്തിയിട്ടില്ല എന്ന് ഞാൻ എന്നെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ എന്തൊക്കെയോ ആണെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന പോലെ തന്നെ ഇടയ്ക്ക് നമ്മളെ പഠിപ്പിക്കണം, നീ ഒന്നും ആയിട്ടില്ല. ബിക്കോസ് നമുക്ക് പോകാനുള്ള ദൂരം എങ്ങോട്ടാണെന്നുള്ളതിന്റെ ഡയറക്ഷൻ നമുക്ക് കറക്റ്റ് മനസ്സിലാവും ഞാൻ എവിടെ എത്തിയിട്ടില്ല. അപ്പം കംഫർട്ടബിൾ ആവുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ പ്രശ്നങ്ങൾ കാര്യങ്ങൾ എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് പരിഹാരം കണ്ടെത്താൻ ഞാൻ എന്താണ് ആദ്യം ചെയ്യേണ്ടത്, വൈ ഐ ആം ലിവിങ് ഹിയർ എന്നുള്ളത് ചിന്തിക്കണം. അതിനാദ്യം മനസ്സിലാക്കേണ്ട ഒരു സാധനമാണ് അക്സെപ്റ്റ് യുവർ സെൽഫ് ആസ് ദ വേ യു ആർ. അതിനാണ് കണ്ണാടിന്റെ മുമ്പിൽ പോയിട്ട് നിൽക്കാൻ പറഞ്ഞ പോലെ മെഡിറ്റേഷനിൽ പറഞ്ഞത്. അതിൽ നിങ്ങൾക്ക് നിങ്ങൾ സന്തോഷിക്കുന്ന പോലെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ എല്ലോ ചെയ്തിട്ട് നിങ്ങളെ ഹാപ്പി ഇല്ല. എന്ത് കാര്യമുണ്ട്? പെരുന്നാക്ക് ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും സലാഡും ഫ്രൂട്ട് സലാഡും പായസവും പുഡിങ്ങും എല്ലാം ഉണ്ടാക്കി വീട്ടിലെ ഹസ്ബൻഡ് വൈഫ് അടി. എന്ത് കാര്യമല്ലേ? മക്കൾക്ക് അത് സന്തോഷത്തോട് തിന്നാൻ കഴിയോ? പറ്റോ? ആ വീട്ടില് നിങ്ങൾക്ക് ആ ബിരിയാണി സന്തോഷത്തോടുകൂടി തിന്നാൻ പറ്റോ? പറ്റൂല. അപ്പൊ എല്ലാം ഉണ്ടാക്കി ഞാൻ ഹാപ്പിയാണ്. ഇതെല്ലാം ചെയ്തിട്ട് എനിക്കൊന്നുമില്ല. ഓക്കെ, കല്യാണത്തിന് ആർഭാട്ടമായിട്ടുള്ള കല്യാണം, ഇന്നേ വരെ നിങ്ങൾ നാട് കാണാത്ത രീതിയിൽ വലിയൊരു കല്യാണം, പക്ഷെ നിങ്ങൾക്ക് ആ കല്യാണത്തിന് താല്പര്യമില്ലെങ്കിലും വിൽ യു ബി ഹാപ്പി? സോ എക്സ്റ്റേണൽ വേൾഡിലല്ല നിങ്ങൾ കാര്യം നോക്കേണ്ടത്, ഇന്റേണൽ വേൾഡിൽ നിങ്ങൾ ഹാപ്പി ആണോ നോക്കുക. വെറുതെ പെർഫെക്ഷനിസം കാണിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കരുത്. ശരിക്കും ചോദിക്കുക, ഐ ആം ഹാപ്പി ഓർ സാറ്റിസ്ഫൈഡ് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ. ഹാപ്പി ആണോന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഹാപ്പി ആണ്, അതൊക്കെ ഉണ്ടാവും. പക്ഷെ ഐ ആം ആസ്കിങ് യു, ആർ യു സാറ്റിസ്ഫൈഡ്? ശരിക്കും സാറ്റിസ്ഫൈഡ് ആണോ? നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെയാണോ ചിന്തിച്ചോണ്ടിരിക്കുന്നത്? ഞാനിപ്പൊ എന്റെ ശരിക്കുള്ള പവർ കണ്ടെത്തിയിട്ട് അല്ല, എനിക്കറിയാം പല ആൾക്കാർക്കും അത് അറിഞ്ഞത് കൊണ്ട് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. അത് എന്റെ അടുത്തല്ല പറയേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ അടുത്ത് തന്നെ ചോദിക്കും. ഇനി ഇതെല്ലാം അല്ലാന്ന് അറിഞ്ഞു ഇതെല്ലാം കാണിച്ചു കൊടുക്കുക അവർക്ക് റിഫ്ലക്ഷൻ പോലെ. ഇതാണ് നിങ്ങളെ പ്രോബ്ലം, ഈ പ്രോബ്ലം ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനുള്ള പരിഹാരം എന്താ മാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് സത്യസന്ധമായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ എല്ലാവരും റെഡിയാണ്. വി ആർ വെരി 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 ഓപ്പൺ ടു റിസീവ് യു ഓൾ. പക്ഷെ അതിന് കുറച്ച് കടമ്പകളുണ്ട്. നിങ്ങൾക്ക് ഇത് ചെയ്താൽ ഓക്കെ ആയിരിക്കും, അത് ചെയ്താൽ ഓക്കെ ആയിരിക്കും. ഓക്കെ ഫൈൻ, പക്ഷെ എനിക്കതിപ്പോ ചെയ്യാൻ വേണ്ടി പറ്റൂല, എനിക്കത് ചെയ്യാൻ മടിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിപ്പോ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്യുന്നില്ല എന്നാണെങ്കിൽ വാട്ട് ക്യാൻ ബി ഡു? നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ എപ്പോഴും 2-3 സെഷൻ വീക്ക് മുമ്പുള്ള സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാം പാതി ദൈവം പാതി എന്ന് പറയും. ഓക്കെ, നാം പാതി ദൈവം പാതി എന്ന് പറയും ചെയ്യും. നിങ്ങൾ പറയും ബാക്കി പഠിച്ചോ നോക്കട്ടെ. ശരി, പഠിച്ചോ നോക്കേണ്ടത് പഠിച്ചോ നോക്കുന്നുണ്ട്, പഠിച്ചോ നോക്കിയത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്തയെങ്കിലും വന്നത്. ഓക്കെ, പഠിച്ചോ നോക്കേണ്ടത് പഠിച്ചോ നോക്കിക്കഴിഞ്ഞേ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ നോക്കിയോ? ശരിക്കും നോക്കിയോ? നോക്കേണ്ടടുത്ത് നോക്കിയോ? പഠിച്ചോൻ ചെയ്യേണ്ടത് ചെയ്തിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് അയച്ചത്. അതുകൊണ്ടാണ് റൈറ്റ് ടൈം റൈറ്റ് ആയിട്ട് നിങ്ങൾ ഇപ്പൊ ഇത് കേൾക്കുന്നുണ്ടല്ലോ, വൈ? ഓക്കെ, റൈറ്റ് ടൈം റൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു സ്വപ്നം വരുന്നത്. അല്ലാണ്ട് ഇങ്ങനെ ജനിച്ചുകൊണ്ട് 2ാമത്തെ വയസ്സിലല്ലല്ലോ നിങ്ങൾക്ക് ആ ഡ്രീംസ് കാര്യങ്ങളൊന്നും വന്നേ. കുറച്ച് ഒരു കാര്യം ഒരു ഇത് കഴിഞ്ഞ് വീണ്ടും 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 നിങ്ങളെ ഹാർട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ മൈൻഡിന്റെ ഉള്ളിൽ ഇതന്നെ ഒന്ന് അലട്ടിക്കൊണ്ടിരിക്കുന്നേ. അത് റൈറ്റ് ടൈമിൽ നിങ്ങളെ കൊണ്ട് ചിന്തിച്ചു, അത് പഠിച്ചോൻ ചെയ്ത കാര്യം. ഇനി നിങ്ങൾ എന്താ ചെയ്യണ്ടേ? പഠിച്ചോൻ ചെയ്യേണ്ടത് പഠിച്ചോൻ ചെയ്ത്, ഇനി നിങ്ങൾ അതിന് വേണ്ടി നടക്കണം. നിങ്ങൾ നടക്കാൻ വേണ്ടി റെഡി ആയപ്പോ ഏതോ ഒരു ഖുർആനിൽ ഒരു വരിയിൽ ഒരു കാര്യം പറയുന്നുണ്ട്, സൂറത്തുൽ കഹ്ഫിൽ ഒരു ഇതുണ്ട്, നിങ്ങൾ എഴുന്നേറ്റ് നിന്നപ്പോ അവർക്ക് വേണ്ട സഹായം ഞാൻ ചെയ്തു കൊടുത്തു എന്നാ പറഞ്ഞത്.
അപ്പൊ അവർ എഴുന്നേറ്റ് നിന്ന സമയത്താണ്, എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രോബ്ലം സോൾവിങ്ങിന്റെ ഒരു പ്രശ്നങ്ങളുടെ ഇടയിൽ ഇങ്ങനെ നടക്കുകയാണ്. കോണ്ടെക്സ്റ്റ് എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞുതരാം, പെട്ടെന്ന് പറഞ്ഞു പോവാം. ആ പ്രശ്നങ്ങൾക്കിടയിൽ ഒരു 2 പേര് മാത്രം എഴുന്നേറ്റ് നിന്നു അത് സോൾവ് ചെയ്യാനും അതിനു വേണ്ടി പ്രതികരിക്കാൻ വേണ്ടിയിട്ട്. അവർ എഴുന്നേറ്റ് നിൽക്കാനുള്ള ധൈര്യം കാണിച്ച സമയത്ത്, എഴുന്നേറ്റ് നിന്ന സമയത്ത് അവരുടെ ഹൃദയത്തിൽ ഞാൻ ധൈര്യം ഇട്ട് കൊടുത്തു. അവർക്ക് വേണ്ട വഴികൾ അവർക്കെല്ലാം ഞാൻ എളുപ്പമാക്കി കൊടുത്തു എന്നാ പറഞ്ഞത്. അതിലില്ലേ പഠിക്കാൻ പാഠം. നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കാനുള്ള ആക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ നടക്കാനുള്ള ആക്ഷൻ നടക്കുമ്പോൾ അവിടെ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ പ്രവൃത്തിയിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് ആ പ്രവർത്തിക്കുമോ, നടക്കുമോ, നടന്നില്ലെങ്കിലോ എന്നുള്ള വിശ്വാസക്കേട് വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളോടുള്ള വിശ്വാസക്കേടും നിങ്ങളുടെ റബ്ബിനോടുള്ള വിശ്വാസക്കേടും കൂടിയാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കാം, എനിക്കിത് നല്ല പേടിയാണ്, അതാണ്. പക്ഷെ ചില സമയത്ത് ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാര്, വിക്രം സിനിമയിൽ പറഞ്ഞ പോലെ ഒരു ഡയലോഗ് ഉണ്ട്, ചില സമയത്ത് ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാര് ഒരു ഡയലോഗ് പറയും, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. ആ ഒരു മൈൻഡ് സെറ്റ് വെച്ച് നടക്കുന്ന സമയത്ത് എല്ലാം അങ്ങനെയാന്നല്ല, പക്ഷെ ചിലത് നമ്മൾ കണ്ണടക്കി ഇത് ഞാൻ എന്തൊക്കെ ആയിക്കോട്ടെ ഞാൻ ഈ റിസ്ക് എടുക്കാൻ റെഡിയാണ്. പക്ഷെ നിങ്ങൾ പിന്നീട് കുറച്ച് അങ്ങോട്ട് നടക്കുമ്പോൾ മനസ്സിലാവും ആ റിസ്ക് ഒരു റിസ്കേ അല്ല, പക്ഷെ ആ ഒറ്റ റിസ്ക് ആയിരിക്കും നിങ്ങളെടുത്ത ഏറ്റവും വലിയ ഫസ്റ്റ് സ്റ്റെപ്പ്. നിങ്ങൾക്ക് ആദ്യം അറ്റൻഡ് ചെയ്യാനുള്ള പ്രോഗ്രാം 5000 രൂപേന്റെ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ 2000 രൂപേന്റെ ആയിരിക്കും, അല്ലെങ്കിൽ 1000 രൂപേന്റെ ഒക്കെ ആയിരിക്കും. ഒരു കാര്യം ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ മണിയാണ് ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവർക്കും. പക്ഷെ പിന്നീട് അങ്ങോട്ട് എത്തുമ്പോൾ നിങ്ങൾ വളർന്നു സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അതായിരുന്നു ഏറ്റവും എളുപ്പം ഉണ്ടായിരുന്ന കാര്യം, പക്ഷെ അതായിരുന്നു എനിക്ക് ഏറ്റവും ഹാർഡായിട്ടുണ്ടാവുന്നത്. കാരണം ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആ സ്റ്റെപ്പ് എന്തായാലും ഡിഫിക്കൽട്ട് ആയിരിക്കും. ഞാൻ ജസ്റ്റ് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കും, ഈ ഒറ്റ കാര്യം ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് നിർത്താം. ഒരൊറ്റ കാര്യം, സിമ്പിൾ ക്വസ്റ്റ്യൻ. പെയിൻ എടുക്കാണ്ട് ഒരാൾക്കും ഒന്നും ഗെയിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ ആ വാക്കുകൾ തമ്മിലുള്ള ബന്ധം തന്നെ നോക്കിയ പെയിൻ ആൻഡ് ഗെയിൻ. പെയിൻ എടുക്കാണ്ട് ഒരാൾക്ക് ഒരു കാര്യം ഗെയിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങളുടെ മദർ ഓർ നിങ്ങളുടെ ഉമ്മ, നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ ഉമ്മ ഓർ നിങ്ങളുടെ മദർ, നിങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് പെയിൻ ഉണ്ടാവും എന്നറിഞ്ഞിട്ട് അത്രയും മാസങ്ങൾ ചുമക്കണം എന്നറിഞ്ഞിട്ട് അത് ഇന്ന രീതിയിലുള്ള ആ പ്രസവ സമയത്തുള്ള വേദന മാത്രമല്ല, ആ 9 മാസം എന്ന് പറയുമ്പോൾ ചില്ലറ സമയമല്ല. ആ സമയങ്ങളുടെ ഇടയിൽ നടുവേദന, ഉറക്കമില്ലായ്മ, ചെരിഞ്ഞ എടുക്കാൻ പറ്റൂല, വണങ്ങാൻ പറ്റൂല, ചിരിക്കാൻ പറ്റൂല, നടക്കാൻ പറ്റൂല, അതിന്റെ ഇടയിൽ എന്താ പറയാ ഛർദി വരെ, ഇതെല്ലാം ഉണ്ടാവും അറിയാം. ഭക്ഷണം കഴിക്കാൻ പറ്റൂല, വെള്ളം കുടിക്കാൻ പറ്റൂല, ഇഷ്ടമുള്ളത് ഇഷ്ടമില്ലാതാവുന്നു, ഇഷ്ടമില്ലാത്തത് ഇഷ്ടപ്പെടുന്നു, അങ്ങനെ കുറെ ഡിഫിക്കൽട്ടീസ് മെന്റലി ഫിസിക്കലി എല്ലാം ആവുന്നവർക്ക് അറിയാം. ലോകത്തിൽ ആദ്യമായിട്ടല്ലല്ലോ ഒരാൾ പ്രസവിക്കണേ, എല്ലാരും പ്രസവിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും അറിയാം പ്രസവിക്കാൻ പോകുന്ന സമയത്ത് ഇതൊക്കെ ഞാൻ ഫേസ് ചെയ്യണം. ബട്ട് they chose that because they need a kid. Okay, they need a baby. ഇനി ആ പ്രസവ സമയത്ത് ഡെലിവറി ടൈം ആ പെയിൻ, they know that actually ആ പെയിൻ ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ ആ പെയിൻ എടുക്കാനുള്ള ധൈര്യം കാണിക്കാതിരുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ ഉണ്ടാവുമോ? ഓൺലി ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ജീവിതം തന്നെ, നിങ്ങളുടെ പുറത്തേക്ക്, നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്ന വരവ് തന്നെ ഏറ്റവും വലിയ ഇൻഡിക്കേഷൻ ആണ്. നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങളുടെ ഉമ്മ ചെയ്ത വലിയ ദൗത്യത്തിന്റെ പ്രതിഫലമാണ് നിങ്ങൾ ഇവിടെ കിടക്കുന്ന ജീവിതം. അപ്പൊ അതിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും പറഞ്ഞാൽ ആ ഒരു പെയിൻ എടുക്കാനുള്ള കറേജ് നിങ്ങൾ കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ, ആ പെയിൻ എന്ന് പറയുമ്പോൾ കുറെ പ്രശ്നങ്ങളൊന്നും മൂടിക്കിടക്കാന്ന് പറയുന്ന പെയിൻ ഒന്നും ആയിരിക്കൂല. സിമ്പിൾ ഗെയിം ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ തന്നെ സിമ്പിൾ ഗെയിം ആയിരിക്കും. ചില അഡിക്ഷൻസ് മാറ്റാം, ചില കാര്യങ്ങൾ മാറ്റാം, അത് മാറ്റാന്നൊക്കെ ഉള്ളതായിരിക്കും. പക്ഷെ അത് മാറ്റാൻ എന്ന് പറയുന്ന മാറ്റണം, ഞാൻ ഇനി മാറ്റിയിരിക്കും, നാളെ മുതൽ ഞാൻ ഇതല്ല, ഞാൻ ഇനി അത് ചെയ്യൂല എന്ന് പറയുന്ന ഡിസിഷൻ എടുത്ത് അതിൽ വർക്ക് ചെയ്ത് പിന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഈസി ഗെയിം. പക്ഷെ ആ പെയിൻ എടുക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ you gain something. That's the only thing. That's the message I have to give you. Take that pain, hold that pain, because ആ പെയിൻ ആയിരിക്കും നിങ്ങൾക്ക് പറയാനുള്ള കഥ. ആ പെയിൻ ആയിരിക്കും നിങ്ങൾക്ക് എടുത്ത് എന്താ പറയുക പറയാൻ ഒരു ഇന്റർവ്യൂ വരുന്ന സമയത്ത്, ഒരാൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന കഥ. ആ കഥ നിങ്ങൾ ഹോൾഡ് ചെയ്തോ, ആ പെയിൻ നിങ്ങൾ ഹോൾഡ് ചെയ്തോ, ആ പെയിന് നിങ്ങൾക്ക് പറയാനുള്ള കഥയാക്കി മാറ്റും. ആ പെയിന് നിങ്ങൾ അനുഭവിക്കുന്നതോടുകൂടി, അല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യാൻ, അനുഭവമല്ല കേട്ടോ എന്നെ പറയുന്നത്, അനുഭവം എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. ഫേസ് ഇറ്റ്.
ഫേസ് ഇറ്റ്, ടേക്ക് ദാറ്റ് റിസ്ക്. അതെടുക്കാൻ നിങ്ങൾ റെഡിയായ മൊമെന്റ് തൊട്ട് നിങ്ങൾ ആ യാത്രയിൽ പകുതിയോളം നടന്നിക്കണം എന്നാ പറയുന്നത്. ഇഫ് യു ഹാവ് ദാറ്റ് വിൽ, യു ആർ ഹാഫ് വേ ദർ എന്നാ പറയാം. നിങ്ങൾ ആ വില്ല് കാണിക്കുന്ന മൊമെന്റ് തൊട്ട് തന്നെ നിങ്ങൾ പകുതി യാത്ര കഴിഞ്ഞതാണ്. കാരണം ആ ഫസ്റ്റ് ട്രാവൽ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇവരെല്ലാരും എന്നെ എന്തും പറഞ്ഞോട്ടെ, ആരെന്തും പറഞ്ഞോട്ടെ, ഐ ആം ഗോയിങ് ടു സേ ഹിം ദാറ്റ് ഐ വോണ്ട് ടു ടേക്ക് ദിസ്, അല്ലെങ്കിൽ ഐ വോണ്ട് ടു ഡു ദാറ്റ്, ഐ ആം ടേക്കിംഗ് ദിസ് ഡിസിഷൻ എന്നും പറഞ്ഞിട്ട് ഫേസ് ഇറ്റ്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു തന്നത് മോട്ടിവേഷൻ ക്ലാസ് അല്ല, ദിസ് ഇസ് ദ റിയാലിറ്റി. ഓക്കെ, ഞങ്ങൾക്ക് മോട്ടിവേഷൻ എടുക്കാൻ അറിയില്ല എന്നുണ്ട്, എടുക്കാനും അറിയാം, നല്ലോണം ഡീമോട്ടിവേറ്റ് ചെയ്യാനും അറിയാം. എന്റെ ടീം മെമ്പേഴ്സിന് നല്ലോണം അറിയാം. ഓക്കെ, നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാനും അറിയാം, എനിക്ക് നല്ല രീതിയിൽ ഡിമോട്ടിവേറ്റ് ചെയ്യാനും അറിയാം. പക്ഷെ ദിസ് ഇസ് നോട്ട് എ മോട്ടിവേഷൻ ക്ലാസ്, ദിസ് ഇസ് ദ റിയാലിറ്റി ഓഫ് ദിസ് ഈസ് ദ ഗെയിം ഓഫ് ലൈഫ് ആക്ച്വലി. ഓക്കെ, നിങ്ങൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നിരിക്കുന്നുണ്ട്, അതാക്കുണ്ട് ഇതാക്കുണ്ട്, എന്ത് ശരിയാണോ മക്കളെ? നിങ്ങൾക്ക് ലോകത്തിലെ എല്ലാരെക്കാളും വലിയ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ പറയുന്നു, നിങ്ങൾക്കൊരു വഴിയുണ്ട്. വഴികളില്ലാതെ, ആ ഭാരം ചുമക്കാനുള്ള അവസ്ഥകളില്ലാതെ, മനസ്സിന് കട്ടിയില്ലാതെ നിങ്ങൾക്ക് ആ ഭാരം തരില്ല. നിങ്ങൾക്ക് ആ ഭാരം ഉണ്ടാവൂല. ആ ഭാരം ചുമക്കാനുള്ള സഹനശക്തി നിങ്ങൾക്ക് തന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ആ ഭാരം ഉണ്ടാവുള്ളൂ. ഇത് തന്നതിന് ശേഷം കേട്ടോ നിങ്ങൾക്ക് ആ ഭാരം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ തന്ന സാധനം ഹിഡൻ ആണ്. ആ തന്ന സാധനത്തിനെ പുറത്ത് കൊണ്ടുവരാൻ ഈ ജേർണിയിലൂടെ ആയിരിക്കും. അതൊന്ന് പുറത്ത് വന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾ ആരായിരിക്കോ? ഇതാരാ? ഞാൻ നിങ്ങളോട് ഇത് പറയുമ്പോ ഞാൻ നിങ്ങളെല്ലാരും എന്താ പറയാ, ഫേസ് നിങ്ങൾക്ക് അത് ശരിക്കും റീഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ നിങ്ങൾ കാണുന്നവളെ എനിക്ക് അറിയാം. ഇനി കാണുന്നില്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ ചിന്തിക്കും, ഞാൻ ആരെയും ശരിക്കുള്ള ഫാത്തിമ ഇങ്ങനെ കോടി ജനങ്ങളെ മുമ്പിൽ വന്നിട്ട്, ഇങ്ങനെ ലക്ഷക്കണക്കിന് ജനങ്ങളെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ സെക്ഷൻ എടുക്കുന്ന ഫാത്തിമാനൊക്കെ ചിന്തിച്ചൊക്കെ ഏതായിരിക്കും ഓറ. ഇവിടെ ഇപ്പൊ 10-20 ആൾക്കാർ വരുന്നുണ്ടെങ്കിലും ആ സമയത്ത് അത്രയും ആൾക്കാർ വരണമെങ്കിൽ ഐ ക്രിയേറ്റഡ് സംതിങ്. ഓക്കെ, അവിടെ എന്തോ സാധനം ക്രിയേറ്റ് ചെയ്ത് ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് വരുന്നെങ്കിൽ ഒരു ലെജൻഡായി മാറിയിട്ടുണ്ടാവല്ലോ. ആ സമയത്ത് എന്റെ ഓറ എന്തായിട്ട് ഞാൻ ഇങ്ങനൊക്കെ നിങ്ങൾക്ക് സെഷൻ എടുത്ത് തരുമ്പോ ഞാൻ എന്നെ തന്നെ കാണാം. ഇങ്ങനെ ഞാൻ നിങ്ങളെ പറ്റി പറയുമ്പോ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റണം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്റെ കഥ ആലോചിക്കുമ്പോ ഞാൻ തന്നെ ബാക്ക്ഗ്രൗണ്ട് KGF മ്യൂസിക് ഇടാറുണ്ട്. എനിക്ക് ഞാനിട്ടില്ലെങ്കിൽ പിന്നെ ആരാ ഇട്ടേരാ? ഞാൻ ഹാപ്പി അല്ല ഇതെല്ലാം ചെയ്തിട്ട്, ഞാൻ ഹാപ്പി അല്ല, ഞാൻ ഫുൾ ഇതല്ലെങ്കിൽ എനിക്കാരെയും ഇത് ചെയ്തുതരാം? ആരെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാം? ആരും ചെയ്തുതരാൻ വേണ്ടി പോകുന്നില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞിടാം. നിങ്ങൾക്ക് സപ്പോർട്ടറായിട്ട് ഇപ്പൊ നിങ്ങൾ പാർട്ട്ണർ ഉണ്ടായിക്കോ, നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിക്കോ, ആരെങ്കിലും ഉണ്ടായിക്കോട്ടെ. പക്ഷെ നിങ്ങൾ ഈ പ്രശ്നങ്ങളും നിങ്ങളുടെ ഇംപെർഫെക്ഷൻസ് ഒക്കെ ഒരു പരിധിവരെ നിങ്ങൾ അവരോട് പറഞ്ഞ് ഷെയർ ചെയ്തൊക്കെ ആയിക്കോട്ടെ. പക്ഷെ എല്ലാരും എല്ലാ സമയത്ത് കഴിയുമ്പോൾ ഒരു സമയം കഴിയുമ്പോൾ അവർ ചിന്തിച്ചിട്ട് അവരൊന്ന് തിരിഞ്ഞു നിന്നിട്ട് നിങ്ങളോട് വെക്കും, എടാ നിന്റെ മൈൻഡ് നീ ഒന്ന് പഠിക്കുക, നീയാണ് പ്രശ്നം, നീ ഈ എല്ലാ കാര്യത്തിനും ഇങ്ങനെ പ്രശ്നം ഇതാക്കണ്ട, നീ നിന്റെ മൈൻഡിനൊന്ന് സ്ട്രോങ് ആക്കാൻ നോക്കിയൊക്കെ, നിനക്ക് ഇതൊന്നും വലിയ പ്രശ്നമായിട്ട് ഫീൽ ചെയ്യില്ല എന്ന് അവർ ഇങ്ങോട്ട് വന്ന് ചോദിക്കും. അപ്പൊ ഇങ്ങോട്ട് ഫീൽ ചെയ്യും, ആകെ ഉണ്ടായ ഓരും കൂടി എന്നെ മനസ്സിലാക്കണ തേങ്ങയാണ്, നിങ്ങൾ പോയി മാറുന്ന എല്ലാരും പറഞ്ഞ ഓരും പറഞ്ഞു, ഇനി നിങ്ങൾ മാറുന്നില്ലേ? മാറാൻ നിങ്ങൾക്ക് വഴികൾ കുറയുണ്ട്. അതിനല്ലേ അതിനല്ലേ ഇവിടെ ഞാനൊക്കെ ഉള്ളത്. ഞാൻ വെറുതെ ആണോ കോച്ചായത്? നിങ്ങൾക്ക് പ്രശ്നം ഇതല്ലേ ഞാൻ ഇവിടെ ഞാനില്ലേ, എന്റെ എത്ര സെഷൻസ് ഉണ്ട്, അറ്റൻഡ് ചെയ്തൂടെ? ഓപ്പൺലി പറയാം, ഇതന്നെ ഓപ്പൺ മാർക്കറ്റിംഗ്, ഇതന്നെ ഞാൻ പറയുന്നേ. സെഷൻ എടുത്തറിയാൻ ഞാനുണ്ടല്ലോ, നിങ്ങൾ ജോയിൻ ചെയ്തോളി. മെഡി റൂട്ടീൻ ഉണ്ട്, മെന്ററിംഗ് ഉണ്ട്, അതുണ്ട് ഇതുണ്ട് എല്ലാം ഉണ്ട്. ചെയ്തൂടെ? പ്രോബ്ലംസ് ഉണ്ടെന്ന് പറയുന്നത് എന്തിനാ? പ്രോബ്ലംസ് സോൾവ് ചെയ്തരാനുള്ള ആൾക്കാരുണ്ട് ചുറ്റിലും ഉണ്ട്. അത് സോൾവ് ചെയ്തരുന്നത് നമ്മളല്ല കേട്ടോ. അപ്പോഴും ഞാൻ പറയും, ഞാനല്ല നിങ്ങൾ പ്രോബ്ലംസ് സോൾവ് ചെയ്തരുന്നത്, നിങ്ങൾ തന്നെയാണ് ഗെയിം കളിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഗെയിം കളിക്കാൻ പോകുന്നത് നിങ്ങളാണ്. ഒരു ഗെയിം ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. സബ്വേ സർഫ് ആയിക്കോട്ടെ, ആ സബ്വേ സർഫ് എന്ന് പറയുന്ന ഗെയിം ക്രിയേറ്റ് ചെയ്യപ്പെട്ട സമയത്തും നമ്മളാണ് അത് കളിക്കുന്നെങ്കിൽ പോലും അതിന്റെ പിന്നിൽ മോണിറ്റർ ചെയ്താൽ ആ ഗെയിമിന് ഇങ്ങനെ അവർ കളിക്കാൻ പറ്റും, ഇങ്ങോട്ട് ചേർന്ന് അവർ ഔട്ട് ആവും എന്നൊക്കെ തീരുമാനിക്കണം. നമ്മൾ വിചാരിക്കും നമ്മളെ കളിക്കണേ, പക്ഷെ അത് ശരിക്കും ഡിസൈഡ് ചെയ്തത് ആരാ? അതിനെ ഡിസൈൻ ചെയ്ത ആള്. ഓക്കെ, അപ്പം അതിന്റെ പിന്നില് എന്താ പറയാ, ഡിസൈൻ ചെയ്ത ഒരാളുണ്ട്, നിങ്ങളെ ഡിസൈൻ ചെയ്ത ഒരാളുണ്ട്. സബ്വേ സർഫിനെ ഡിസൈൻ ചെയ്തത് ആ ഒരു കമ്പനീന്റെ ആൾക്കാരാണ്. നിങ്ങളെ ഡിസൈൻ ചെയ്ത ഒരാളുണ്ട്. ആ ഡിസൈൻ ചെയ്ത ആൾക്ക് ശരിക്കും അറിയാം, ഇങ്ങോട്ട് ചേർന്നാൽ നിങ്ങൾ വീഴോ, ഇങ്ങോട്ട് ചേർന്നാൽ നിങ്ങൾ വീഴോ, എങ്ങോട്ടാ ചേർന്നാലാ നിങ്ങൾ വീഴല്, ഇങ്ങനെ വളച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് വളയും എന്നൊക്കെ ആൾക്ക് ശരിക്കും അറിയാം. ഡിസൈൻ ചെയ്ത ആളൊന്നും വിശ്വസിച്ചൊക്കെ
ശരിക്കും നിങ്ങൾക്ക് കളിക്കാൻ വേണ്ടി പറ്റും. ആ ഡിസൈൻ ചെയ്ത ആൾ ആദ്യമേ കളി തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നുണ്ട് റിസ്ട്രിക്ഷൻസ്, ഇങ്ങനെ ചെയ്താലൊക്കെ പോവേ, അങ്ങനെ പോയി കഴിഞ്ഞാൽ ഗെയിം ഔട്ട് ആവേ പറഞ്ഞിടാ, ഒന്നും കേൾക്കൂല. എല്ലാം കഴിഞ്ഞിട്ട് എന്റെ മുന്നേ ഇങ്ങനെ പ്രശ്നമായി എങ്ങനെ പ്രശ്നമായി എന്ത്? നിങ്ങൾ വേദങ്ങൾ കാണുമ്പോൾ വേദനകൾ മാത്രമേ നിങ്ങൾക്ക് കാണുന്നുള്ളൂ. അതില് വേദങ്ങൾ വായിക്കുന്ന സമയത്തിൽ പ്രശ്നങ്ങൾ വേദങ്ങളിലെ വേദനകൾ മാത്രം, അല്ലെങ്കിൽ അതിലുണ്ടായ യുദ്ധങ്ങൾ അത് മാത്രമാണോ നിങ്ങൾക്ക് വേദം വായിക്കുമ്പോൾ കാണുന്നത്? വേദത്തിൽ എത്ര ശമനങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വേദത്തിൽ എത്ര ശമനങ്ങൾ കാണുന്നുണ്ട്, ഹൃദയത്തിനെ കുളിർപ്പിക്കുന്ന കാര്യങ്ങൾ വാക്കുകൾ പറയുന്നുണ്ട്. എത്രയൊക്കെ ഏതൊക്കെ ശിക്ഷയെ പറ്റി പറയുന്ന വേദത്തിൽ ഏതൊക്കെ വചനങ്ങൾ വന്നു അതിന് ഇപ്പുറത്തുണ്ട് നിങ്ങളെ മനസ്സ് കുളിർപ്പിക്കുന്ന വാക്ക്. അവിടെയും നിങ്ങൾക്കറിയാം ഒരു പ്രശ്നത്തിന് പിന്നാലെ ഒരു പരിഹാരം വരുന്നുണ്ട്. ഇതൊക്കെ മെറ്റഫർ ആടോ, ഇതൊക്കെ നിങ്ങൾക്ക് ഇൻഡിക്കേഷൻ ആടോ, ഇങ്ങനെയൊന്നും നിങ്ങൾക്ക് കാണണ്ട, ഇങ്ങനെയൊന്നും നിങ്ങൾ കാണൂല. നിങ്ങൾ കാണല് ഇതൊന്നും ഇങ്ങോട്ട് കായത്തിൽ അത് മാത്രം. നിങ്ങൾക്ക് ഇങ്ങോട്ട് അങ്ങനെ ഒന്ന് ചെരിഞ്ഞു കഴിഞ്ഞാല് നിങ്ങളെ പിടിച്ച് എന്താ പറയാ ഒരു ശിക്ഷ ചെയ്യുന്ന അപ്പുറത്തുള്ള ആള് വന്ന് നിങ്ങള് കുത്തിക്കൊല്ലുന്ന അല്ലെങ്കിൽ തീയിലിടുന്ന ഇത് മാത്രമുള്ള ദൈവത്തെ മാത്രമേ നിങ്ങൾ കണ്ടുള്ളൂ. സ്വപ്നം കാണേ, റിസ്ക് എടുക്കുക, ടേക്ക് റിസ്ക് എന്ന് പറയാൻ കാരണം റിസ്ക് കോടികളുടെ ബിസിനസ് മറിക്കാനുള്ള റിസ്ക് ഒന്നും ആയിരിക്കില്ല. ഫസ്റ്റ് റിസ്ക് ഷുഡ് ബി ദാറ്റ് നിങ്ങളുടെ സെൽഫുമായിട്ടുള്ള യുദ്ധം തന്നെയാണ്. അത് നിങ്ങൾ എടുക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് തരുന്ന, അബണ്ടൻസ് തരുന്ന, വാരിക്കോരി തരുന്ന, സ്നേഹിക്കുന്ന, സമ്പന്നനായിട്ടുള്ള എന്തോ ചോദിച്ചാൽ തരുന്ന, ഇതിനെ മൊത്തം ഉണ്ടാക്കിയ ഒരു ഫേരി പോലെ അങ്ങനെ ഫീൽ ചെയ്യുന്ന ഒരാൾ നിങ്ങൾക്ക് കാണാം. ആ സമയത്ത് നിങ്ങൾക്ക് മറ്റേ ആളായിട്ട് കാണുമ്പോ ഒന്നും ഫീൽ ചെയ്യില്ല. ചോറ് തിന്നുന്ന സമയത്ത് കുഞ്ഞിക്ക് ചോറ് കൊടുക്കൂലേ, അപ്പൊ എല്ലാ വായിലിട്ട്, അപ്പൊ ഒന്ന് ലാസ്റ്റ് തുണ്ട വായിലിടുന്നില്ലെങ്കിൽ നമ്മളൊന്ന് വരട് ഞാൻ ഇപ്പൊ കാക്ക വരും എന്നൊക്കെ പറയുന്ന ഒന്ന് വെറുതെ നിങ്ങൾ പേടിപ്പിക്കണേന്ന് മാത്രമേ നിങ്ങൾക്ക് അങ്ങനെയുള്ള വചനങ്ങളൊക്കെ കേൾക്കുമ്പോ ഫീൽ ചെയ്യൂ. കാരണം ആ ഉമ്മ അത്രയും സ്നേഹത്തോടെ വായിൽ ഉരുട്ടി തരുന്ന കുറെ വചനങ്ങൾ നിങ്ങൾ വേറെ കാണുന്നുണ്ട്. ആ സമയത്ത് പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ പേടിപ്പെടുത്തൂല. കാരണം പേടിപ്പിക്കുന്നവനല്ല, സ്നേഹിക്കുന്നവനാണ് നിങ്ങൾ മനസ്സിലാക്കും. ഈ പറഞ്ഞൊന്നും കത്താൻ കുറച്ച് ടൈം എടുക്കും. അതിന് കത്തണമെങ്കിൽ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ കുറച്ച് സാധനങ്ങൾ, കുറച്ച് പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകണം. എന്നിട്ട് ഞാനിപ്പൊ നിങ്ങൾ ശരിക്കും ഒന്ന് ചിന്തിക്കാം, ഞാനിപ്പൊ ഈ സെഷൻ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ദൈവമുണ്ട്, അങ്ങനെ ഒരു ദൈവമുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ദൈവത്തിനെ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ആർക്കും പറ്റൂല. അതിലുള്ള വലിയ ഡയമെൻഷനിലേക്ക് എത്തണം. പക്ഷെ ഒരു അംശമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായത് കൊണ്ടായിരിക്കൂലേ ഹൃദയത്തിൽ നിന്ന് ഞാൻ ഇത് സംസാരിക്കുന്നുണ്ടാവാം. ആയിരിക്കും ഓക്കെ, ഞാനൊന്നുമല്ല, പക്ഷെ എങ്കിൽ കൂടി ആയിരിക്കുമല്ലോ. എങ്കിൽ ഞാൻ നിങ്ങളോട് പറയണേ, ഞാൻ അതിനനുഭവിച്ചത് ഒരു സ്വപ്നം കണ്ടപ്പോ അതിന് പിന്നാലെ നടന്നപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു ദൈവത്തെ കണ്ടത്. ഇനി ഞങ്ങൾക്ക് വേറൊന്നും ഞാൻ പറഞ്ഞല്ലോ, ബാക്കി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ആൻസർ ഞാൻ നിങ്ങൾക്ക് തന്നല്ലോ. സോ പ്രശ്നമേ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്, അപ്പൊ നിങ്ങൾക്ക് അറിയാം. ഇത് അറിയാത്തൊരു ലാസ്റ്റ് സെഷൻ പോയിട്ടാണ്. ഓക്കെ, ഇനി പ്രശ്നമേ നിങ്ങൾക്ക് അതുണ്ട് എന്ന് പറയുമ്പോൾ ദൈവം നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാ പല രൂപത്തിലായിരിക്കും, പല കോലത്തിലായിരിക്കും, പല അവസ്ഥകളിലായിരിക്കും. പ്രശ്നങ്ങളും സംടൈംസ് ദൈവങ്ങളായി മാറുന്നുണ്ട്. എല്ലാം നിങ്ങളുടെ റിഫ്ലക്ഷൻ ആണ്. കാരണം ചില പ്രശ്നങ്ങളൊക്കെ വന്ന് ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴായിരിക്കും ആ ഒറ്റ ആളുടെ മുമ്പിൽ നിങ്ങൾ പോയി വീഴുക, അല്ലെങ്കിൽ വലിയ തെറ്റുകൾ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾ വലിയ റിയലൈസേഷൻ ചെയ്യുക. ആ സമയത്ത് നിങ്ങൾ ഒറ്റപ്പെടും. അപ്പൊ നിങ്ങൾ ഒറ്റയായ ഒന്നിന്റെ മുമ്പിൽ പോയി ഇരിക്കും. ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കും, ഇത്രയും പ്രശ്നം വന്നോണ്ടല്ലേ നിന്റെ അടുത്തേക്ക് വന്നത്. അപ്പൊ ആ വരാൻ വേണ്ടിയിട്ടാണെങ്കിലോ നിങ്ങളെ കൊണ്ട് അത്രയും തെറ്റുകൾ പോലും ചെയ്യിപ്പിച്ചത്. അപ്പം ആ തെറ്റുകൾ ചെയ്തത് പോലും ബ്ലെസ്സിങ്സ് ആയി മാറില്ലേ? ഇങ്ങനൊക്കെ കാണാൻ പഠിക്കണം ലൈഫിന്. ബിക്കോസ് നിങ്ങൾ അത്രയും മിസ്റ്റേക്സ് ചെയ്ത് ഒറ്റപ്പെട്ടു വീണു കേണു ഇതെല്ലാം ആയതിനു ശേഷം നിങ്ങൾ കുറ്റബോധം എന്നുള്ള അവസ്ഥയിൽ എത്തിയപ്പം നിങ്ങൾ ആ ഒറ്റവന്റെ മുമ്പിൽ പോയപ്പോ നിങ്ങൾ എല്ലാം മാറി പിന്നെ വേറൊരു ലെവലിലേക്ക് ഡയമെൻഷനിലേക്ക് മാറിയെങ്കിൽ ആ പ്രശ്നം നിങ്ങളെ ലൈഫ് മാറിയിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം ഒരു ബ്ലെസ്സിങ്സ് അല്ലേ? നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ പറയും എവറിത്തിങ് ഹാപ്പനിങ് ഫോർ എ റീസൺ. ആ സമയത്ത് പറയാൻ വേണ്ടി പറ്റില്ല, എല്ലാം കഴിഞ്ഞല്ല എന്റെ വിധി, എന്താത് എന്നോട് മാത്രം എന്താ പഠിച്ചോൻ അങ്ങനെ ഇങ്ങനെന്നെല്ലാം പറഞ്ഞു 2-3 വർഷം കഴിഞ്ഞിട്ട് പഠിച്ചോണ്ട് സംഭവം അല്ലേ അന്ന് എന്നെ കൊണ്ട് അതെല്ലാം ചെയ്യിച്ചു എന്റെ ലൈഫ് ഇങ്ങനെ ആയിട്ട്. ആ സമയത്ത് പറഞ്ഞെങ്കിൽ പഠിച്ചോൻ ഇതിനെക്കാട്ടും വലിയ സംഭവങ്ങളൊക്കെ നിങ്ങളെ ലൈഫിൽ എത്തി തന്നിട്ടുണ്ടാവും.
ഓക്കെ, എനിവേസ് എല്ലാവർക്കും ലൈഫ് പല രീതിക്കാണ്. പല ആൾക്കാരും പല സിറ്റുവേഷൻസിലൂടെ ഒക്കെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട്. എനിക്കറിയാം, വളരെ ഹെർട്ട്ഫുൾ ആക്കുന്ന സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട്, ഡെയിലി കാണുന്നതാണ്. എന്നിട്ടും ഞാനിത് പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയാണ്, പ്രശ്നമേ എനിക്കൊരു. ഓക്കെ, സോ ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യാ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ഡേ. നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങളുടെ ഉള്ളിലുള്ള സാധനത്തിനെ തന്നെ നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. കണ്ണാടിന്റെ മുമ്പിൽ പോകുമ്പോ ലോകത്തെല്ലാം എല്ലാരും സന്തോഷിപ്പിച്ചിട്ട് നിങ്ങൾക്ക് സന്തോഷം ഫീൽ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് സ്നേഹം ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്തിട്ടും കാര്യമില്ല. വിഷൻ ബോർഡൊക്കെ ചെയ്യുന്ന സമയത്ത് ചില ഇങ്ങനെ പറയലുണ്ട്, നിങ്ങൾ വിഷൻ ബോർഡിന്റെ ഒക്കെ നടുക്ക് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങൾ സന്തോഷിക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കണം, അല്ലെങ്കിൽ അങ്ങനെ വെക്കണം എന്ന് പറയുന്ന കാര്യം എല്ലാം നോടിയിട്ട് നിങ്ങൾ ഹാപ്പി അല്ലെങ്കിലും ഒരു കാര്യമില്ല. ഞാൻ നേരത്തെ പെരുന്നാക്ക് ബിരിയാണി ഉണ്ടാക്കിയ കഥ പറഞ്ഞ പോലെയാ, ഒരു സെൽഫ് ലവിന്റെ ഭാഗമായിട്ട് ലൈക്ക് നമ്മളോട് തന്നെ ഇഷ്ടം തോന്നി തുടങ്ങുന്ന സമയത്ത് ചില ആൾക്കാരൊക്കെ വേറെ രീതിയിലൊക്കെ കാണുന്നതാണ്. വേറെ ഇപ്പൊ കുറച്ചു സമയം മുമ്പ് ഒരാള് ഓക്കെ ഫൈൻ, ഒരു എന്താ പറയാ ബ്ലാക്ക് ഷോള് മാത്രമേ ഇടൂ, കാരണം ബാക്കി ഷോളേഴ്സ് ഇട്ടാൽ എന്നെ ഡാർക്കാണെന്ന് തോന്നി പോകുന്ന പോലെ. ഇതൊക്കെ സിംപിളി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാധനം. ഈ കളർ മാത്രമേ ഇടൂ, കാരണം ആ കളർ മാത്രമേ എനിക്ക് ചേരൂ എന്നുള്ളൊരു ഇൻസെക്യൂരിറ്റി. എന്നിട്ട് ഇപ്പൊ നമുക്ക് വാർഡ്രോബിന്റെ ഫോട്ടോ അയച്ചാ, ഐ ഹാവ് 10 more shades of shawl right now because of you എന്നും പറഞ്ഞിട്ടേക്ക് ഫോട്ടോസ് അയച്ചു തന്നിട്ട് പല കോലത്തിലുള്ള ഷാളുകളെല്ലാം മാറ്റിയിട്ടുള്ള അതെന്താ വെച്ചാല് ഇൻസെക്യൂരിറ്റി മാറിയതാണ്. ഷീ ഫീലിംഗ് ലൈക്ക് പണ്ട് അതൊന്നും ഇട്ടപ്പോ എന്നെ അത്ര നല്ല വൃത്തിയുള്ള പോലെ എനിക്ക് തോന്നില്ല, പക്ഷെ ഇപ്പൊ എന്തിട്ടാലും നല്ല രസാണല്ലോ എന്നെ കാണാൻ. അതേപോലെ എനിക്ക് ഉദാഹരണം ഉണ്ട്. ഞാൻ ഇപ്രാവശ്യം കത്തുന്ന മഞ്ഞ കളറാണ് ചുരിദാർ എടുത്തിട്ടുള്ളത് പെരുന്നാക്ക്. എനിക്ക് ചുരിദാർ ഇട്ടാ ഭയങ്കര ഇൻസെക്യൂരിറ്റിയാണ്. ഞാൻ അതെടുത്ത് മാറ്റി. ഐ ഫീൽ വെരി ലവബിൾ ആൻഡ് ക്യൂട്ട് ആൻഡ് ചാമിങ് ചുരിദാർ എന്ന് പറഞ്ഞ് ഇട്ടപ്പോഴത്തേക്ക് അന്ന് പെരുന്നാൾ ഞാൻ കൊണ്ടുപോയി. എന്നെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ വേറെ ആരും പറയില്ലല്ലോ. ഞാൻ അങ്ങനത്തെ കളേഴ്സ് ഒന്നും എടുക്കാറില്ല, എപ്പോഴും ഇങ്ങനെ ഒരു ഡാർക്ക് കളേഴ്സ് തീം എടുക്കും. ഞാൻ അങ്ങനെ കത്തുന്ന കളർ എടുത്തപ്പോഴത്തേക്ക് എന്തായി, എല്ലാരും പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ ഞാൻ എനിക്ക് തന്നെ എന്തോരം ഭയങ്കര സന്തോഷം. പെരുന്നാള് ഞാൻ കണ്ടുപോയി, എന്റെ പെരുന്നാള്, ഓ എന്നെ കാണാൻ നല്ല രസമുണ്ട്, ചെന്നൈ നല്ല രസമുണ്ട്, ഇങ്ങനെ നിൽക്കും നല്ല രസം. ഫൈൻ, ഇറ്റ്സ് ജോക്സ് പാർട്ട്. ഞാൻ പറഞ്ഞു എന്ന് വെച്ചുള്ളത്, നിങ്ങൾക്ക് നിങ്ങളായിട്ട് ഇങ്ങനെ തന്നെ ഒരു ഇഷ്ടം വരും. നിങ്ങൾ എന്തിട്ടാലും നിങ്ങൾക്ക് രസമാണ് തോന്നുന്നു, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും നിങ്ങൾക്ക് ഒരു ഇഷ്ടം ഫീൽ ചെയ്യുന്നു. നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഫോട്ടോ തന്നെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം, നിങ്ങളെ വോയിസ് തന്നെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. നിങ്ങളെ കഥ തന്നെ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ കേൾക്കുന്ന സോങ്സിന്റെ ടേസ്റ്റ് തന്നെ മാറും. നിങ്ങൾ കേൾക്കുന്ന സോങ് എപ്പോ അരിജിത് സിംഗിന്റെ ലൈക്ക് എപ്പം മറ്റേ ബ്രേക്കപ്പ് സോങ് പോലത്തെ ഇങ്ങനെ കരയാനാവുന്ന പാട്ടിനൊക്കെ ഫീലിംഗ് ലൈക്ക് വേറെ രീതിയിലുള്ള അങ്ങനെയുള്ള രീതിയിലേക്ക് എല്ലാ ഡയമെൻഷൻസും മാറും. When you practice on yourself love, work on it. ഇപ്പൊ മനസ്സിലായാലോ, നമ്മള് പിടിച്ചിട്ടെങ്കിൽ പറയാൻ നമ്മള് പിടിക്കില്ല. ഓക്കെ, പിടിക്കാൻ ഒരാളുണ്ട്, പക്ഷെ നമ്മൾ ആദ്യം പിടിക്കണം. ഓക്കെ, സോ നമ്മളെ പിടിച്ചിട്ടില്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മളെ പീഡിപ്പിക്കും. സിമ്പിളി പറഞ്ഞുതരാം, പീഡനം പല രീതിയിൽ. ഓക്കെ, സോ നമ്മളെ സ്നേഹം നമ്മൾ കൊടുക്കുക. എല്ലാം ചെയ്തിട്ടും ഈ ദുനിയാവിൽ നമ്മള് ഹാപ്പി അല്ലെങ്കിൽ തീർന്ന്. അപ്പൊ നിങ്ങളെ സന്തോഷിപ്പിക്കും, നിങ്ങളെ ഹാപ്പി ആക്കി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും എന്താ ചെയ്യേണ്ടത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഡേ. നമ്മൾ കുറച്ച് അധികം സമയം എടുത്തിട്ടുണ്ട്, കാരണം നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടും ഉണ്ടായിരുന്നു. ഇന്ന് കുറച്ച് നല്ല ഫ്ലോ ഉള്ള സെഷൻ ആയിരുന്നു. സോ എല്ലാരും എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കണം. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറയണം. നിങ്ങൾക്ക് നിങ്ങളെ സെൽഫ് ലവിന്റെ ഡയമെൻഷൻ ഏതാ, നിങ്ങളിപ്പൊ എന്താ, നിങ്ങൾ എന്തിലൂടെ കടന്നു പോകുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് പറയാം. നമുക്ക് പറയണെങ്കിൽ പറയാം. ഓക്കെ, നിങ്ങൾക്ക് ടൈം ഉണ്ട്, യു ക്യാൻ ടേക്ക് യുവർ ടൈം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ഡേ. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. നമ്മള് മെഡിറൂട്ടി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ. ആ നടത്തുന്ന പ്രോഗ്രാമിൽ എല്ലാവർക്കും ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം, അതെനിക്കറിയാവുന്ന പാഠം. ഓക്കെ, ഇനി അടുത്ത കാര്യം, ആ പ്രോഗ്രാം നിങ്ങൾ പെയ്ഡിലേക്കൊന്നും കടക്കേണ്ട. നിങ്ങൾ ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. ഈ വരുന്ന 17-ാം തീയതി മുതൽ 7 ദിവസം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, രാവിലെ എഴുന്നേക്കണം, വേണമെങ്കിൽ എഴുന്നേറ്റാൽ മതി, പെയിൻ ഇല്ലാതെ ഗെയിൻ ഇല്ല. ഓക്കെ, അപ്പം രാവിലെ എഴുന്നേക്കണം, രാവിലെ എഴുന്നേറ്റിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഒരു 7 ദിവസം. ഓക്കെ, അതേപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലൈവ് തരാൻ പ്ലാൻ ഉണ്ട്, Q&A മോഡിൽ. ഓക്കെ, അപ്പൊ അതിൽ നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ മെന്റേഴ്സിനെ, ഗ്രൂപ്പ് അഡ്മിൻസ് ആയിട്ടുള്ള മെന്റേഴ്സിനെ ഒന്ന് കണക്ട് ചെയ്യാം. അവരുടെ അടുത്ത് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ക്ലിയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ച് ചെയ്താല്
അതിന് ചൂസ് ചെയ്യുന്ന ടൈമിലൊക്കെ നോക്കി അതിനനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരിക്കും ആ ഇൻസ്റ്റാ ലൈവില്. അപ്പൊ എന്തായാലും അതിൽ എൻജോയ് ചെയ്യാം. ഞാൻ മാത്രമായിട്ടില്ല, വേറൊരു ഇൻഫ്ലുവൻസേഴ്സും കൂടി ഉണ്ടാവുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. പക്ഷെ കുറെ പ്ലാൻസും പ്രൊജക്ട്സും ഒക്കെ നിങ്ങളെ മുമ്പിലുണ്ട്. നിങ്ങൾക്ക് അത് പറഞ്ഞുതരാ, നിങ്ങൾക്ക് ഇത് പറഞ്ഞുതരാ, വാ മക്കളെ, ചാടി വാ, ഓടി വാ, കമിഴ്ന്ന് വാ. ഒരിക്കലും പറഞ്ഞു വരുത്. അതിനു വേണ്ടി മാത്രമാണ് മെതി റൂട്ടി എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ തന്നെ എന്റെ ഇന്റൻഷൻ. ആർക്കും സമാധാനം ഇല്ലാത്ത ജീവിതം ഉണ്ടാവരുത്, ലൈഫ് ഉണ്ടാവരുത്, ദിവസം ഉണ്ടാവരുത്. അവർ തുടങ്ങുന്ന ലൈഫ് തന്നെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ ആവണം എന്നുള്ള നിർബന്ധം കൊണ്ടാണ്, ആ ഒരു ഇന്റൻഷന്റെ പുറത്താണ് മെതി റൂട്ടിയും തന്നെ സംഭവിച്ചിട്ടുള്ളത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ഡേ. എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങളിലൊക്കെ കാണാം, കേൾക്കാം, അറിയാം, അനുഭവിക്കാം. ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ഡേ. താങ്ക് യു സോ മച്ച് എവറി വൺ. അപ്പൊ നിങ്ങളുടെ ടൈമാണ്, യു ക്യാൻ സ്പീക്ക് അപ്പ്. ഓക്കെ, over to you. Thank you so much, Fatima, for the beautiful meditation and the powerful session. ഇന്ന് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പ്രസീദ് സാർ, യു ക്യാൻ ടോക്ക്. ഹലോ, ഓഡിബിൾ ആണോ? ഫാത്തിമ, സെൽഫ് സിങ്കിന്റെ 16-ാമത്തെ ആഴ്ചയായി. എനിക്ക് തോന്നുന്നു 1-2 ആഴ്ചകളിൽ മാത്രമേ ഞാൻ ജോയിൻ ആവാത്തുള്ളൂ. ഇത്ര നാളെടുത്തതും അടിപൊളിയായിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു സെഷന് ഫാത്തിമ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തർക്കും ചിലപ്പോൾ തോന്നാറുണ്ട് ഇത് എനിക്ക് വേണ്ടിയുള്ളതാണ് എന്ന് തോന്നാറുണ്ടെന്ന് പറയുന്ന പോലെ അതിൽ ലയിച്ചിരിക്കുകയായിരുന്നു. ശരിക്കും ഞാൻ കുറച്ചു നേരം കരഞ്ഞു മീൻസ് ആ അനുഭവങ്ങൾ കഥകളാകുന്നതും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ. എൻ്റെ ഒരു യാത്രയിൽ, സിനിമയുമായിട്ടുള്ള ഒരു യാത്രയിൽ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഒരു 5-6 വർഷത്തെ സൗഹൃദമാണ്. അയാളായിരുന്നു ശരിക്കും എന്നെ തീറ്റിപ്പോറ്റിയിരുന്നതെന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പണം മുടക്കുന്നത്. ഞാനൊരു കംഫോർട്ട് സോണിലായിരുന്നു. അങ്ങനെ എല്ലാം അടിപൊളിയായി, എനിക്കൊരു വലിയ ടീമൊക്കെ ഉണ്ടായി മുമ്പോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം നമ്മൾ സന്തോഷത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ എല്ലാം അവിടുന്ന് തവിടുപൊടിയായിട്ട് പാമ്പും കോണിയും പോലെ താഴേക്ക് പോയി. എല്ലാവരും എന്നിൽ നിന്ന് അങ്ങാകുന്നു. ഉണ്ടായിരുന്ന പ്രൊഡ്യൂസർ പിന്മാറുന്നു, കൂടെയുള്ളവർ പെട്ടെന്ന് വിഡ്രോ ചെയ്യുന്നു. അപ്പോൾ ഈ ഫ്രണ്ട് ഈ ജമ്പനും തുമ്പനും പോലെ മറ്റേ ബൈക്കിന് പിറകിൽ തൂങ്ങിക്കിടക്കുമെന്നൊക്കെ പറയുന്ന പോലെ എൻ്റെ കൂടെ നിൽക്കുന്നയാളാണ്. അയാൾ പെട്ടെന്ന് അങ്ങോട്ട് ഇൻവിസിബിൾ ആയി പോയ പോലെ അങ്ങ് മാറിപ്പോയപ്പോൾ ഞാൻ തകർന്നുപോയി എന്ന് വെച്ചാൽ എനിക്കറിയില്ല എന്ത് ചെയ്യണം, ജീവിക്കണോ മരിക്കണോ എന്ന് പോലും അറിയില്ലാത്തൊരു മൊമെന്റ് വന്നു. അപ്പം എനിക്ക് മുമ്പോട്ട് പോകണോ ഒന്നും അറിയില്ല. ഞാൻ അയാളുടെ അടുത്ത് ചിലപ്പം ബെഗ്ഗിയൊക്കെ ചെന്നിട്ടുണ്ട്, പക്ഷെ അയാൾ ഒരു രീതിയിലും വരുന്നില്ല. അങ്ങനെ കുറേ നാളുകൾ പോയി. ഞാൻ മനസ്സിങ്ങനെ ഇടുങ്ങിയ ഒരു വഴിയിലൂടെ പോവാണ്. ഗൈഡൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് ഒന്നിലും ഒന്ന് ഫോക്കസ് കിട്ടുന്നില്ല. ഈ ഒരു സമയത്ത് ഇതേ വ്യക്തി തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എടാ, എല്ലാം സംഭവിക്കുന്നതിൻ്റെ പിറകിൽ ഒരു കാരണമുണ്ട്. ശരിക്കും ഈ ഒരു യാത്രയിൽ നീ ഒറ്റയ്ക്കായതിന് പിറകിൽ ഒരു കാരണം ഉണ്ടാവും. നീ ഇനി ഒറ്റയ്ക്ക് സഞ്ചരിക്കണം. എനിക്ക് നിന്നോടൊപ്പം നിൽക്കാൻ ചില വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് പറ്റില്ല. സോ നീ ഒറ്റയ്ക്ക് മുമ്പോട്ട് പോകണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ ഒരുപാട് വാവിട്ട് കരഞ്ഞു. അയാളെ തിരിച്ചു വിളിച്ചു. ബട്ട് യാതൊരു ദൈവവുമില്ലാതെ പോയി കളഞ്ഞു. എന്നെ വെറുത്തിട്ട് പോയതല്ല, സം റീസൺസ് കൊണ്ട് ആള് പോയി. എന്നാൽ ഞാൻ പറയട്ടെ, എൻ്റെ ശരിക്കുമുള്ള യാത്ര അവിടെ നിന്നായിരുന്നു ആരംഭിച്ചത്. ശരിക്കുമുള്ള യാത്ര അവിടെ നിന്നായിരുന്നു ആരംഭിച്ചത്. അതുവരെ ഞാൻ എന്തൊക്കെയോ കംഫോർട്ട് സോണിലായിരുന്നു. നേട്ടങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഒരു നാട്ടിൽ മാത്രം അറിയപ്പെട്ടിരുന്ന ഞാൻ അതിനുശേഷമുള്ള യാത്രയിലാണ് ഈ രാജ്യം മുഴുവൻ അറിയപ്പെട്ടത്. ഇത് ഞാൻ വെറുതെ ഒരു ആലങ്കാരികമായിട്ട് പറയുന്നതല്ല. ഗ്രൗണ്ട് ലെവലിൽ പോലും പല സാധാരണക്കാരുടെ ഇടയിലും ഞാൻ എൻ്റെ ആ ഒരു ജേർണിയിൽ അവരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു തുടങ്ങി എന്ന് വെച്ചാൽ എനിക്ക് ഇന്ത്യയിൽ, ഞാൻ ഇന്ന് പ്രൗഡായിട്ട് പറയും, ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തുമുള്ള ഏത് ഈ അങ്കണവാടിയായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ വീട്ടിൽ ചെന്നാലും എന്നെ റിസീവ് ചെയ്യും. എൻ്റെ സിനിമയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അത് എൻ്റെ ആ ഒരു ഒരു തകർച്ചയിൽ നിന്നായിരുന്നു അവിടെ നിന്നുണ്ടായത്. ആ യാത്രയിൽ ഒരുപാട് തവണ ഞാൻ ഈ ദൈവത്തിനെ കണ്ടിട്ടുണ്ട്. എൻ്റെ പ്രശ്നങ്ങൾ വരുന്ന സമയത്തൊക്കെ പതറി നിൽക്കാതിരിക്കാൻ ആ അനുഭവം എന്നെ പഠിപ്പിച്ചു. നോ പറയേണ്ടടുത്ത് നോ പറയാൻ പഠിപ്പിച്ചു. ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാൻ പഠിപ്പിച്ചു. അങ്ങനെ എന്തിനു വേണ്ടി ഞാൻ ജീവിക്കുന്നു, ഞാൻ ജനിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം എനിക്ക് ലഭിച്ചു.
ഞാൻ ഇന്നലെ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടു. എന്തിനു വേണ്ടി ജനിച്ചു എന്ന് അറിയുന്നവന്, അല്ലെങ്കിൽ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നറിയുന്നവന് എങ്ങനെ ജീവിക്കണമെന്നും അറിയാവുന്നു. അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, അതെങ്ങനെയാ അറിയുക, അതെപ്പോഴാണ് വെളിവാകുക എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ വരും, വഴി മുടങ്ങി നിൽക്കും, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നും. അപ്പോഴും ഹോൾഡ് ഓൺ, ട്രസ്റ്റ് ദ പ്രോസസ്. ആ ലക്ഷ്യം എന്താണ്, നിന്റെ നിയോഗം എന്താണെന്ന് കൺമുമ്പിൽ തെളിയുന്ന ഒരു ദിവസം വരും. ആ ദിവസം വരെയും കാത്തിരിക്കുക, മുമ്പോട്ട് പോവുക. അപ്പോൾ പിന്നെ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്, മറ്റുള്ളവരല്ല എന്ന് പറഞ്ഞു. ആൻഡ് സലീം കുമാർ ഒരു ഇന്റർവ്യൂവിൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അനുഭവങ്ങളില്ലെങ്കിൽ നമ്മളൊക്കെ വെറും വെള്ളക്കടലാസുകൾ മാത്രമായി പോകും, പറയാൻ കഥകളൊന്നും ഉണ്ടാവില്ല എന്ന്. വെരി റീസെൻ്റ്ലി ഈ കഴിഞ്ഞ ശനിയും ഞായറും ഞാൻ കോഴിക്കോടുണ്ടായിരുന്നു. കോഴിക്കോട് നിന്ന് തിരിച്ച് പോകുന്ന സമയം വരെ, അതായത് ഏകദേശം ഒരു രാത്രി 11 മണി വരെ എല്ലാം ഹാപ്പി ആയിരുന്നു. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞ് ഒരു വലിയൊരു ഇൻസിഡന്റ് ഉണ്ടായി. അത് ഷതയ്ക്ക് അറിയാം. ഷതയോട് ഞാൻ പേഴ്സണലി പറഞ്ഞു. ഷതനെ അന്ന് ഈവനിങ് ഞാൻ കാലിക്കറ്റ് വെച്ച് കണ്ട് ഞങ്ങൾ സന്തോഷമായിട്ട് പിരിഞ്ഞാണ്. പക്ഷേ ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്ക് എന്ന് പറയുന്ന ഒരു മൊമെന്റിൽ വിജനമായിട്ടുള്ള റോഡിൽ, അതായത് രാമനാട്ടുകര ബൈപ്പാസ് നിങ്ങൾ കോഴിക്കോടുകാർക്ക് ഒരുപക്ഷെ അറിയായിരിക്കും. ആ ബൈപ്പാസിൽ ഒരിടത്ത് ഞാൻ പാതിരാ നേരത്ത് ഒറ്റപ്പെട്ടു പോയി. ദാറ്റ് മീൻസ് അതൊരു വലിയൊരു ഇൻസിഡന്റാ. ഇപ്പം ഞാനത് ഫുള്ള് പറയുന്നില്ല. പക്ഷേ ആ ഒരു നിമിഷത്തിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത, ഞാൻ ആകെ ലോ ആയിപ്പോയ, കണ്ണിന്റെ പോലും കാഴ്ച മങ്ങിപ്പോയ ഒരു നിമിഷത്തിൽ ഞാൻ ഒരൊറ്റ കാര്യം ചെയ്തുള്ളൂ, സറണ്ടർ ചെയ്തു. ദൈവത്തിന് മുമ്പിൽ അങ്ങ് സറണ്ടർ ചെയ്തു, പ്രപഞ്ചത്തിന് മുമ്പിൽ സറണ്ടർ ചെയ്തു. ഞാൻ നിങ്ങളിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. എന്ത് പ്രശ്നങ്ങളും വന്നോട്ടെ, നിങ്ങൾ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. ഏതെങ്കിലും ഒരു രൂപത്തിൽ നീ എൻ്റെ മുമ്പിൽ ഇപ്പം വരും ദൈവമേ എന്ന് പറഞ്ഞ് ഞാൻ കണ്ണു തുറക്കുകയും എൻ്റെ മുമ്പിൽ ദൈവം വന്നു, എന്നെ അങ്ങോട്ട് പൊക്കിക്കൊണ്ട് പോയി. ഞാനിതാ ഇപ്പോൾ ഇവിടെ ഇരുന്ന് നിങ്ങളോട് കഥകൾ പറയുന്നു. അതുകൊണ്ട് എല്ലാവരോടുമായിട്ട് പറയുന്നു, പ്രശ്നങ്ങൾ വന്നോട്ടെ, നിങ്ങളൊക്കെ തളർന്ന് വീണോട്ടെ, പക്ഷെ ആ വീഴ്ചയിലും ഒറ്റ കാര്യം വിശ്വസിക്കുക, കൈ പിടിച്ച് കയറ്റാനായിട്ട് ഒരാളുണ്ട്. അതിനാദ്യം നമ്മൾ നമ്മളോടൊന്ന് സിങ്ക് ആവണം. നമ്മൾ നമ്മളെ ഒന്ന് അറിഞ്ഞു തുടങ്ങണം. നമ്മളെ അറിഞ്ഞു തുടങ്ങുമ്പോൾ നമ്മളെ ശരിക്കറിയാവുന്ന ആ അവൻ വന്നിട്ട് നമ്മളെ അങ്ങോട്ട് ചേർത്ത് പിടിക്കും. പിന്നെ ഒരിടത്തും വീണു പോകില്ല. നമ്മുടെ കഥകളൊക്കെ ലോകം മുഴുവൻ കേൾക്കും. ആ കഥകൾ കേട്ട് ഒരുപാട് പേര് വരും. ദാ ഫാത്തിമ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നില്ലേ, ഫാത്തിമ കഥകൾ പറയുന്നില്ലേ. ആ കഥകൾക്ക് പുറകിൽ പോലും ഫാത്തിമ കടന്നു വന്നിട്ടുള്ളൊരു ജേർണിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഫാത്തിമയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി പോയി നോക്കിയാൽ മതി. ആ സ്റ്റോറി ഇങ്ങനെ റിവൈൻഡ് പോലെ ആൾ എടുത്തിടുന്നുണ്ട്. എവിടെ നിന്ന് ഞാൻ വന്നു, എന്തൊക്കെയായിരുന്നു ആ നിമിഷങ്ങളിൽ സംഭവിച്ചതെന്ന്. ഇതുപോലെ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഇപ്പോൾ ഏകദേശം ഒരു 18 പേരോളം. ഈ 18 പേരും നാളെ ലോകം മുഴുവൻ കേൾക്കുന്ന കഥകളായി മാറും, ശബ്ദമായി മാറും. അപ്പോൾ സെൽഫ് ഫാത്തിമ പറഞ്ഞ പോലെ മെഡി റൂട്ടീൻ ചെറിയൊരു സംഭവമൊന്നുമല്ല. ചുമ്മാ നിങ്ങളൊന്ന് വന്നൊരു 7 ദിവസം രാവിലെ ഒന്ന് ഇരുന്ന് നോക്ക്. ചെറിയൊരു റിസ്ക് ഒക്കെ എടുക്ക്, തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ടൊന്ന് എടുക്ക്. എന്താണ് മാജിക്കുകൾ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാം. ഈശ്വരൻ എന്ന് വിളിക്കുന്ന ആള് പല രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ വരും. യു ക്യാൻ എക്സ്പീരിയൻസ് ദാറ്റ്. ആൻഡ് താങ്ക് യു ഫാത്തിമ വൺസ് അഗെയിൻ. ഇന്നത്തെ ഒരുപാട് ഇമോഷൻസിലൂടെയാണ് എന്നെ കൊണ്ടുപോയത്. ശരിക്കും എനിക്കിത് നീഡഡ് ആയിരുന്നു. ഞാൻ ഈ പറയുന്നതിനൊക്കെ അപ്പുറം വലിയൊരു പ്രശ്നത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. പക്ഷേ അതൊരു യുദ്ധമായിട്ടൊന്നുമല്ല, ഞാൻ അതിൻ്റെ എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുവാണ്. എന്നിൽ എന്തോ ഇനിയും ഒരു പരീക്ഷണങ്ങൾ നടക്കാനുണ്ട്. തീർച്ചയായിട്ടും ഞാനത് ഓവർകം ചെയ്യും. ഞാൻ എൻ്റെ വലിയ ലക്ഷ്യം നിറവേറ്റും. പേഴ്സണൽ ലൈഫിൽ പ്രൊഫഷണൽ ലൈഫിലും ഒക്കെ ആ ഒരു ഇഷ്യൂസിലൂടെയാണ് കടന്നു പോകുന്നത്. ബട്ട് ഞാൻ ജയിക്കും. എനിക്കത് മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ ജയിക്കും, മുമ്പോട്ട് പോകും. ആൻഡ് ഇനിയും കഥകൾ പറയും നിങ്ങളോടൊക്കെ പറഞ്ഞിട്ട്. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ് എവരിവൺ. താങ്ക് യു സോ മച്ച് പ്രസീദ് സാർ. പ്രസീദ് സാർ പറഞ്ഞ പോലെ ദ ഗെയിം ഈസ് യുവേഴ്സ് ആൻഡ് ടേക്ക് റിസ്ക്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതി. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കണ്ടോ?
പിന്നെ ഞാനും ഫാത്തിമാന്റെ ഇത് ഭയങ്കര നല്ല അടിപൊളി ഇതായിരുന്നു കേൾക്കാന്. ഇടക്കിടക്കൊക്കെ കേൾക്കും, ചില സമയത്തൊന്നും അറിയാതെ അങ്ങനെ പോവും. നമ്മൾ ഉദ്ദേശിച്ച എന്ത് കാര്യമായാലും അങ്ങനെ നടക്കും. എനിക്ക് നല്ല ഉറപ്പായി. ഹുസ്ന നസ്രിന്റെ ഇതില് മാമാസില് കേറിയിരുന്നു, അതിന്റെ ഗാദറിങ്ങിനൊക്കെ പോയിരുന്നു. എന്നിട്ട് ആദ്യമായിട്ട് ഇത്ര കാലമായിട്ട് സ്റ്റേജിമൊക്കെ കേറി സ്വന്തമായിട്ട് മൈക്ക് പിടിച്ച് സംസാരിക്കും ചെയ്ത് എഫേർട്ട് എടുത്തത് കൊണ്ട് ഇതിനൊക്കെ കഴിഞ്ഞു. എല്ലാം പറയണ പോലെ നമ്മള് ഉദ്ദേശിച്ച എല്ലാം നടക്കും എന്നുള്ളതപ്പം മനസ്സിലായി. കാലിക്കറ്റൊക്കെ ഒറ്റക്ക് പോയി ഇതുവരെ ഇത്രയും പ്രായമൊക്കെ ആയിട്ട്. ഏതായാലും ഹാപ്പി, എല്ലാം നല്ല സന്തോഷം. ഇടക്കിടക്ക് ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ കുറെയൊക്കെ മനസ്സിലാവും. ഓക്കെ. Thank you so much, Selina ma'am. Anyone else? ഹലോ, ഹായ്. അപ്പൊ ഇന്നത്തെ സെഷന് നല്ല നല്ല രസമുണ്ടായിന്. എന്താ പറയാ, അടിപൊളി എന്ന് പറയാൻ തന്നെ അത്രയും അടിപൊളിയായിരുന്നു. ഭയങ്കര ഒരു നല്ലൊരു ഫീലിലായിരുന്നു പോയിട്ടുണ്ടായേ. അപ്പം നമ്മള് ഇപ്പം എന്തെങ്കിലും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടെങ്കിൽ അത് നമ്മൾ ഉള്ളിൽ വെച്ച് നിൽക്കാണ്ട് ചിലപ്പോ അത് ചെയ്യാനെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് എടുക്കണം. അത് സ്റ്റെപ്പ് എടുത്താൽ മാത്രമേ മുന്നോട്ടേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അതെന്താക്കാതെ ഫസ്റ്റ് അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും, പക്ഷെ എന്നാലും അത് മുന്നോട്ടേക്ക് എടുക്കാന്നുള്ളതാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്. അതുപോലെ തന്നെ നമ്മള് സെൽഫ് ലവ്, നമ്മളെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയാൽ നമ്മളെ ചുറ്റിലുള്ള കാര്യങ്ങൾ നമ്മളെ ഇഷ്ടത്തോടെ കുറെ കാര്യങ്ങൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് നല്ല നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്തൊരു വ്യക്തിയാണ്. പണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ പണ്ട് എനിക്ക് അത്രയും തന്നെ ഇഷ്ടമില്ല, എനിക്ക് അത് ഇഷ്ടമില്ല, ഇഷ്ടമില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇപ്പം എനിക്ക് ഞാൻ അന്ന് ഇഷ്ടപ്പെടാൻ തുടങ്ങിയപ്പം കുറെ കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ നല്ല രീതിയിൽ ലൈഫ് പോകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം പിന്നെ പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മള് പ്രശ്നങ്ങൾ മാത്രം നോക്കിക്കാണുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ മാത്രമേ വരുള്ളൂ. അപ്പം പഠിച്ചവനോട് നമ്മള് പഠിച്ചവനപ്പം ഒരു പരാതിപ്പെട്ടി മാത്രമാക്കി കാണാണ്ട് നമുക്കുള്ള ലൈഫിലുള്ള ബ്ലെസ്സിങ്സും കാര്യത്തിലെല്ലാം നമ്മൾ ഗ്രേറ്റ്ഫുൾ ആകാം. അപ്പൊ അതുപോലെ തന്നെ എന്ത് കാര്യം വരുമ്പോൾ എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ തന്നെയാണ്. അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം അടിപൊളിയാണ് മൊത്തത്തിൽ. Thank you, താങ്ക് യു Zida സോ ma'am. മച്ച്. Thank you so much. ജിത മാം നമ്മളെ മീഡിയ റൂട്ടീൻ പാർട്ടിസിപ്പന്റ് ആണ്. ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട് ആള്. ആളെ കോൺഫിഡൻസ് തന്നെ ഉണ്ട്, സംസാരത്തിലുള്ള കോൺഫിഡൻസ് അത് എത്രത്തോളം ഉണ്ട്. ഡേ 1 തൊട്ട് കാണാൻ തുടങ്ങിയതാണ്. അപ്പൊ ആ കോൺഫിഡൻസ് എത്രത്തോളം കൂടിയിട്ടുണ്ടെന്നൊക്കെ ഈ ഒരു ടോക്ക് തന്നെ മനസ്സിലാവും. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ആയിഷ മാം, യു കാൻ ടോക്ക്. അസ്സലാമലൈക്കും. കേൾക്കുന്നുണ്ടോ? യെസ്, ഞാൻ സെറ്റാം. ക്ലാസ്സിലിരിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഡിസ്ട്രാക്ഷൻ സൗണ്ട് ഒക്കെ വരുന്ന ചിലതൊക്കെ കേൾക്കാൻ പറ്റുന്നില്ല. പിന്നെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ കേൾക്കുന്നുണ്ട്. പിന്നെ വീഡിയോ മോഡിൽ അറ്റൻഡ് ചെയ്തു. പിന്നെ കുറ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും പലതൊന്നും കേൾക്കുന്നില്ല. പലതൊക്കെ കേൾക്കുന്നുണ്ട്, കേൾക്കുന്നത് നല്ല എഫക്റ്റീവ് ആണ്. പല കാര്യങ്ങളും നമുക്ക് പറ്റുകയില്ല. നമുക്ക് ഇന്നത് കംഫർട്ട് സോൺ ആണ്, ഇന്നത് അതുപോലെ തന്നെ ഇന്ന ഡ്രസ്സ് നമുക്ക് ഇടാൻ പറ്റും. ആ ഒരു ഇതൊക്കെ ഇത് മറികടക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഇനി ആരെങ്കിലും ഉണ്ടോ?
അവസരം മുമ്പ് എടുത്തുക. ആർക്കും ഒന്നും പറയാനില്ല? അങ്ങനെയാണെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓൾമോസ്റ്റ് ടൈം ആയിട്ടുണ്ട്. അപ്പോ ഇന്ന് കിട്ടിയ കാര്യങ്ങള് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയാ. ദ ഗെയിം ഈസ് യുവേഴ്സ്. അപ്പൊ അതിനുവേണ്ടി ആക്ഷൻ എടുക്കുക, റിസ്കുകൾ എടുക്കുക, അതിലേക്ക് വേണ്ട സ്റ്റെപ്പുകൾ എടുക്കുക. നമ്മളെ സെൽഫിനെ നന്നായിട്ട് ലവ് ചെയ്ത് സ്നേഹിച്ച് തുടങ്ങിയാൽ മതി. ബാക്കിയൊക്കെ അതിന് പുറകെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോ അത്രേ ഉള്ളൂ ഇന്നത്തെ സെഷൻ. നെക്സ്റ്റ് വീക്ക് കാണാം. സി യു ദർ. താങ്ക് യു സോ മച്ച് ഫോർ എവരി വൺ ഫോർ ജോയിനിങ്. അപ്പൊ നെക്സ്റ്റ് വീക്ക് കാണാം. താങ്ക് യു സോ മച്ച് ആൻഡ് സി യു ഇൻ നെക്സ്റ്റ് വീക്ക്.